അംബേദ്കർ കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും ദളിത് കൂട്ടായ്മയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഇവിടെ നടക്കുന്ന ഈ സാംസ്കാരിക സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ പി കെ കാർത്തികേയൻ, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ആദരണീയനും എൻ്റെ പ്രിയ സുഹൃത്തുമായിട്ടുള്ള സി കെ പ്രകാശ്, വേദിയിലിരിക്കുന്ന പ്രമുഖ വ്യക്തികളെ, എൻ്റെ ചേച്ചി പി എം മായ, ഇവിടെ കൂടിയിരിക്കുന്ന സമുദായാംഗങ്ങളെ, സഹോദരീ സഹോദരങ്ങളെ, ജനാധിപത്യ വിശ്വാസികളെ, മഹാത്മാ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ജന്മദിനാഘോഷത്തിൻ്റെ ഭാഗം കൂടിയാണ് ഈ കൂട്ടായ്മ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജന്മദിനം ഇന്ന് ലോകത്തെമ്പാടും, ഇതൊരു അതിശയോക്തി പറയുന്നതല്ല, യൂറോപ്പിലും അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ആഫ്രിക്കയിലും ഏഷ്യൻ രാജ്യങ്ങളിലുമൊക്കെ അതിവിപുലമായ തരത്തിൽ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ജന്മദിനാഘോഷങ്ങൾ കഴിഞ്ഞ 2 ആഴ്ചക്കാലമായി നടന്നു വരികയാണ്. അത് മുൻകാലങ്ങളിൽ സംഭവിക്കാത്ത ഒരു കാര്യമാണ്. മാത്രമല്ല, ഈ ആഘോഷങ്ങളുടെ ഒരു പ്രത്യേകത, ലോകപ്രസിദ്ധമായ യൂണിവേഴ്സിറ്റികളിൽ അംബേദ്കറുടെ ജന്മദിനം കൊണ്ടാടപ്പെടുന്നു. അവിടെ വളരെ വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങളും ഗവേഷണങ്ങളും ഡോക്ടർ അംബേദ്കറെ ചുറ്റിപ്പറ്റി നടക്കുന്നു. ഇന്ത്യ പോലെയുള്ള 3ാം ലോക രാജ്യങ്ങളിലെ ചേരിപ്രദേശങ്ങളിൽ താമസിക്കുന്ന നിർധനരായ മനുഷ്യർ, ദളിതർ കൂട്ടത്തോടെ താമസിക്കുന്ന കോളനി ഇടങ്ങളിലും ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ജന്മദിനം ആവേശപൂർവ്വം കൊണ്ടാടുന്നു. ഒരുപക്ഷെ 20ാം നൂറ്റാണ്ടിലെയും 21ാം നൂറ്റാണ്ടിലെയും ചരിത്രത്തിൽ ഇത്ര വിപുലമായി വൈവിധ്യപൂർണമായി ആഘോഷിക്കപ്പെട്ട മറ്റൊരു നേതാവ് ചരിത്രത്തിലില്ല എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും. അംബേദ്കർ മനുഷ്യവംശത്തിന് നൽകിയ വളരെ വലിയ കോൺട്രിബ്യൂഷനാണ്, സംഭാവനകളാണ് അംബേദ്കർ ആഫ്രിക്കയിലെ നീഗ്രോയെയും കേരളത്തിലെ ദളിതരെയും ഒരേ സമയം പ്രചോദിപ്പിക്കുന്നത് എന്ന ഒരു യാഥാർത്ഥ്യം നമ്മൾ കാണേണ്ടതുണ്ട്. ഡോക്ടർ ബി ആർ അംബേദ്കറെ സംബന്ധിച്ച കെട്ടുകഥകൾ, അദ്ദേഹം ജീവിച്ചിരുന്നപ്പോഴും അദ്ദേഹത്തിൻ്റെ നിർവ്വാണത്തിന് ശേഷവും അദ്ദേഹത്തെ സംബന്ധിച്ച് ഇന്ത്യയിലെ പണ്ഡിതന്മാർ, ഇന്ത്യയിലെ സോഷ്യോളജിസ്റ്റുകൾ, സാമൂഹ്യ ശാസ്ത്രകാരന്മാർ, പൊളിറ്റിക്കൽ ഫിലോസഫീസ്, തത്വചിന്തകർ ഒക്കെ പറഞ്ഞൊരു കാര്യം, അദ്ദേഹം ദളിതരുടെ കാര്യം പരിഹരിക്കാൻ വേണ്ടി പരിശ്രമിച്ച ആളാണ് എന്നാണ്. ദളിതരുടെ സംഘടനകളും പലപ്പോഴും അവകാശവാദം ഉന്നയിക്കുന്നത് അംബേദ്കർ ഞങ്ങളുടെ ഒരാളാണ് എന്ന നിലക്കാണ്. അത് പറയാനുള്ള അവകാശം ദളിതർക്കുണ്ട്. കാരണം ഈ സമുദായം പെറ്റു വളർത്തിയ മഹാനായൊരു മനുഷ്യനാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ. എന്നാൽ ഡോക്ടർ ബി ആർ അംബേദ്കർ നമ്മൾ നേരത്തെ കരുതിയിരുന്ന ഒരാളായിട്ടല്ല ഇന്ന് ലോകത്ത് അറിയപ്പെടുന്നത്. മറിച്ച് മനുഷ്യവംശത്തിന് മുന്നോട്ട് പോകുവാനുള്ള അടിസ്ഥാനപരമായ ചില സംഭാവനകൾ ചെയ്ത മഹാത്മാവ് എന്ന നിലക്കാണ്. ഇന്ത്യയിൽ ദളിതരടക്കമുള്ള ആദിവാസികളടക്കമുള്ള മനുഷ്യരെ അംബേദ്കർ പ്രതിനിധാനം ചെയ്ത് ബ്രിട്ടീഷുകാരോടും ദേശീയ പ്രസ്ഥാനത്തോടും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോടും മുഖാമുഖം നിന്ന് ഇവരുടെ അവകാശങ്ങൾ ഉറപ്പിക്കുവാൻ പരിശ്രമിച്ചതിലൂടെ അദ്ദേഹം ലോകത്തിനൊരു വലിയ സംഭാവന ചെയ്തിട്ടുണ്ട്. നമ്മളത് സൂക്ഷ്മരൂപത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന ദളിത് ആദിവാസി ജനവിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു 50 വർഷം മുമ്പ് അവരുടെ ഡെസ്റ്റിനി എന്ന് പറയുന്നത്, അവരുടെ വിധി എന്ന് പറയുന്നത് സമൂഹത്താൽ ബഹിഷ്കരിക്കപ്പെട്ട,
ഭരണ സംവിധാനത്താൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു ജനതയായി. ആഫ്രിക്കൻ ഗോത്രങ്ങൾ ആഫ്രിക്കയിൽ ജീവിച്ചപ്പോൾ അവർ നേരിട്ട പ്രശ്നവും ഭരണ സംവിധാനത്താൽ പുറന്തള്ളപ്പെട്ടവർ എന്ന നിലക്കായിരുന്നു. യൂറോപ്പിലെ ജിപ്സികളടക്കമുള്ള നാടോടി ഗോത്രങ്ങൾ യൂറോപ്പിൽ അനുഭവിച്ച പ്രശ്നം അവിടുത്തെ രാഷ്ട്രം അവരുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നില്ല എന്നതായി. ഓസ്ട്രേലിയയിലെ ആദിമ ജനവിഭാഗം അവിടെ നേരിട്ട പ്രശ്നം അവരെ രാഷ്ട്രം ഉൾക്കൊള്ളുന്നില്ല എന്നതായി. എന്ന് പറഞ്ഞാൽ അംബേദ്കർ അഭിസംബോധന ചെയ്യാൻ ശ്രമിച്ച കാര്യം സമൂഹത്താൽ ബഹിഷ്കരിക്കപ്പെട്ടവരെയും രാഷ്ട്രത്താൽ ഉപേക്ഷിക്കപ്പെട്ടവരെയും ഒരാധുനിക രാഷ്ട്രത്തിന് എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയും എന്ന അടിസ്ഥാനപരമായ രാഷ്ട്രീയ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ബാബാ സാഹേബ് ഡോക്ടർ BR അംബേദ്കറുടെ ചിന്തകളെന്ന് ഇന്ന് ലോകം മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് യൂറോപ്പിലും അമേരിക്കയിലുമൊക്കെ ആഘോഷിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരുപക്ഷെ 10-30 വർഷം മുമ്പ് അംബേദ്കറെക്കുറിച്ച് കേരളത്തിൽ നമ്മൾ പറയുമ്പോൾ ജാതിവാദിയായ മനുഷ്യൻ എന്നാണ് മലയാളികൾ അംബേദ്കറെ അന്ന് അടയാളപ്പെടുത്തിയത്. എന്നാൽ ഇന്നങ്ങനെ ആരും പറയില്ല. ഇന്ന് സമൂഹത്തിൻ്റെ ബോധ്യങ്ങൾ മാറിയിട്ടുണ്ട്. അംബേദ്കർ വിലമതിക്കപ്പെടേണ്ട ഒരു സമ്പത്താണെന്ന് മലയാളി സമൂഹം വളരെ ലേറ്റായെങ്കിലും മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. അതിനപ്പുറം പോകുന്ന വളരെ വലിയ സംഭാവനകൾ ഡോക്ടർ BR അംബേദ്കർ ഇന്ത്യൻ സമൂഹത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. ദേശീയ പ്രസ്ഥാനം ഇന്ത്യയെ കെട്ടിപ്പടുക്കുന്ന ഘട്ടത്തിൽ ഇന്ത്യ എന്ന് പറയുന്ന ആധുനിക ദേശരാഷ്ട്രത്തെ കെട്ടിപ്പടുക്കുന്ന ഘട്ടത്തിൽ ഇന്ത്യ എന്ന് പറയരുത്, ഭാരതം എന്നേ പറയാവൂ എന്ന് ശാഠ്യം പിടിക്കുന്ന ചിന്തകരും രാഷ്ട്രീയക്കാരും ഒക്കെ ഏറെയുള്ളൊരു സ്ഥലമാണ് ഇന്ത്യ. ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്നത് ഇന്ത്യ ഓർ ഭാരത് എന്ന് തന്നെയാണ്. അതിവർ പറയുന്ന ഭാരതമല്ലെന്നേ. 10,000 കൊല്ലത്തെ വലിയ ദീർഘ പാരമ്പര്യമുള്ള വലിയ ഉന്നത സംസ്കാരമുള്ള ഉന്നത തത്വചിന്തയുള്ള ഉന്നത സാംസ്കാരിക മൂല്യമുള്ളൊരു സമൂഹമാണ് ഇന്ത്യ എന്ന വാദത്തോട് ഡോക്ടർ BR അംബേദ്കർ ഒരു ചോദ്യം ചോദിക്കുന്നു. നമ്മളെല്ലാവരും ഇത്ര ഉന്നതരാണെങ്കിൽ കോടിക്കണക്കിന് മനുഷ്യർ പുഴുക്കളെപ്പോലെ ജീവിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യത്തിന് ഇന്ത്യൻ തത്വചിന്തകർ ഉത്തരം പറയണമെന്ന് ഡോക്ടർ BR അംബേദ്കർ ആവശ്യപ്പെടുന്നു. സൂക്ഷ്മതലത്തിൽ മനുഷ്യരെങ്ങനെ ജീവിക്കുന്നു, മനുഷ്യർ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പഠിച്ചതിൻ്റെ ഭാഗമായാണ് അദ്ദേഹം ജാതിയെക്കുറിച്ച് സംസാരിച്ചത്. അദ്ദേഹം ജാതിയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഇന്ത്യയെക്കുറിച്ചാണ് സംസാരിച്ചത്. ഇന്ത്യയിലെ മനുഷ്യർ തമ്മിലുള്ള ബന്ധം ജാതി എങ്ങനെയാണ് സൂക്ഷ്മരൂപത്തിൽ നിയന്ത്രിക്കുന്നത് എന്ന പുതിയ സാമൂഹിക ശാസ്ത്രമാണ് ഡോക്ടർ BR അംബേദ്കർ മുന്നോട്ട് വെച്ചത്. ഇന്ത്യയിലെ സാമൂഹ്യ ശാസ്ത്രം ഏറ്റവും ദുർബലമായ ഒരു പഠനശാഖയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനെ ഏറ്റവും സമ്പന്നമാക്കിയ ചിന്തകനാണ് ഡോക്ടർ BR അംബേദ്കർ. ജാതി പറയുന്നത് അല്ല, ജാതി സ്വന്തം താല്പര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നവനാണ് ജാതിവാദി. ജാതിയെക്കുറിച്ച് സംസാരിക്കാതെ ഇന്ത്യയെക്കുറിച്ച് സംസാരിക്കാൻ കഴിയില്ല എന്ന് ലോകത്തെ പഠിപ്പിച്ച മഹാനാണ് ഡോക്ടർ BR അംബേദ്കർ. ഇവിടെ ജാതിയെക്കുറിച്ച് പറയാതെ ഇന്ത്യയെക്കുറിച്ച് വളരെ വലിയ എഴുത്തുകൾ പലരും നടത്തിയിട്ടുണ്ട്. ഒത്തിരി ചിന്തകർ നടത്തിയിട്ടുണ്ട്, ഒത്തിരി എഴുത്തുകാർ നടത്തി, ഒത്തിരി രാഷ്ട്രീയ നേതാക്കൾ നടത്തിയിട്ടുണ്ട്. അവരൊക്കെ മരിച്ചു മണ്ണടിഞ്ഞ് മനുഷ്യൻ്റെ ഓർമ്മകളിൽ നിന്ന് പൂർണ്ണമായും തിരസ്കരിക്കപ്പെട്ടപ്പോൾ 7 പതിറ്റാണ്ടിന് ശേഷം ഇന്ത്യ രാഷ്ട്രം ബോധപൂർവം തമസ്കരിക്കാൻ ശ്രമിച്ച ഡോക്ടർ BR അംബേദ്കർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉയർത്തെഴുന്നേൽക്കുന്നതിൻ്റെ കാഴ്ചയ്ക്കാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അംബേദ്കറൈറ്റാണ് എന്ന് പറയുന്നത് ഒരു അഭിമാനമായി തന്നെ നമ്മൾ എടുക്കേണ്ടത്. അംബേദ്കറോളം തലപ്പൊക്കമുള്ള ഒരാൾ ഇന്ത്യക്കകത്തില്ല. അല്ലേ, ഞാനിത് പറയുന്നത് ഞാനൊരു അംബേദ്കറൈറ്റ് ആയതുകൊണ്ട് മാത്രം പറയുന്നതല്ല. ആരെങ്കിലും ഒന്ന് കാണിച്ചെന്നാൽ മതി. ഞാൻ ഇന്ത്യയിലെ മുഴുവൻ പണ്ഡിതരെ അക്കാര്യത്തിൽ വെല്ലുവിളിക്കും. ഡോക്ടർ BR അംബേദ്കറുടെ തലപ്പൊക്കമുള്ള ഒരു മനുഷ്യനെ 20-ാം നൂറ്റാണ്ടിൻ്റെ ചരിത്രത്തിൽ മാറ്റി നിർത്തി കാണിച്ചാൽ
ഇല്ലെന്ന് വെറുതെ പറയുന്നതാണ്, വെറുതെ പറയുന്നതാണ്. അതിനെനിക്ക് ഒരു തെളിവ് ഹാജരാക്കാനുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ BR അംബേദ്കറായി. ഇവിടെ രാഷ്ട്രീയക്കാരുമായി കേട്ടി പ്രസംഗിക്കുന്ന മഹാത്മാഗാന്ധിയുടെ വിശാലമായ മനസ്കഥ കൊണ്ട് അന്ന് അക്കാര്യമെങ്കിലും ഡോക്ടർ BR അംബേദ്കർ ചെയ്തോട്ടെ എന്ന് അദ്ദേഹം മനസ്സുരുകി പ്രാർത്ഥിച്ച് സംഭാവന ചെയ്തതാണത്. അപ്പോൾ കോൺഗ്രസിൻ്റെയും മഹാത്മാഗാന്ധി, ഇന്നത്തെ കോൺഗ്രസ് അല്ല കേട്ടോ, അന്നത്തെ കോൺഗ്രസിനെ കുറിച്ചല്ല, അന്നത്തെ കോൺഗ്രസിനെ കുറിച്ചാണ് പറയുന്നത്. കോൺഗ്രസിൻ്റെയും മഹാത്മാഗാന്ധിയുടെ വിശാല മനസ്കഥ കൊണ്ട് ഡോക്ടർ BR അംബേദ്കർക്ക് കിട്ടിയ അസുലഭമായ സന്ദർഭമാണ് ഭരണഘടന എഴുതുവാൻ. അല്ല, ഞാനൊന്ന് തിരിച്ചു ചോദിക്കട്ടെ. 1946 മുതൽ 48 വരെയാണ് ഭരണഘടനാ രചനാവേള. 2 കൊല്ലം, 2 കൊല്ലത്തിലധികം. ഈ 46-48 കാലത്ത് ജീവിച്ചിരുന്ന ദേശീയ നേതാക്കളിൽ ആർക്കാണ് ഒരു ഭരണഘടന എഴുതാൻ പ്രാപ്തിയുള്ള, കഴിവ് തെളിയിച്ച, അതിൽ പാണ്ഡിത്യമുള്ള ഒരാളെ മാറ്റി നിർത്തിയാൽ ഞാൻ ഈ വാദം സമ്മതിക്കാം? നെഹ്റു എഴുതുമോ? എഴുതില്ല. എഴുതാത്തത് കൊണ്ടാണല്ലോ, അദ്ദേഹത്തിന് കഴിയില്ല എന്ന് അയാൾക്ക് അറിയാമായിരുന്നത് കൊണ്ടാണ് 2 പേരെ ഇംഗ്ലണ്ടിലേക്ക് വിട്ടത്. ഇതേ ഞങ്ങൾ ഭരണഘടന എഴുതാൻ പോവാ, അവിടുത്തെ ഭരണഘടനാ വിദഗ്ധരോട് ചെന്നു, ഞങ്ങൾ ഭരണഘടന എഴുതാൻ പോകും, നിങ്ങൾ ദയവ് ചെയ്ത് ഞങ്ങളെ സഹായിക്കണം എന്ന് അയർലൻഡിലെ ഒരു ഭരണഘടനാ പണ്ഡിതനെ പോയി കണ്ട് പറയുന്നു. നെഹ്റു അയച്ച ദൂതന്മാർ പറഞ്ഞ ദൂതന്മാരോട് ആ പണ്ഡിതൻ പറഞ്ഞൊരു കാര്യം, ഡോക്ടർ BR അംബേദ്കറെ പോലെ മഹാനായൊരു ഭരണഘടനാ വിദഗ്ധൻ ഇന്ത്യയിൽ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഈ ലണ്ടനിൽ വന്ന് അലഞ്ഞു തിരിച്ച് ഇന്ത്യയിലേക്ക് പോകൂ എന്ന് പറഞ്ഞു വിട്ട ഒരു ചരിത്രം നമുക്കുണ്ടെന്നറിയണം. യൂറോപ്പിലെ മനുഷ്യർക്കറിയാമായിരുന്നു ഡോക്ടർ BR അംബേദ്കർ ഭരണഘടന എഴുതുമെന്ന്. കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റിങ്സിൽ പ്രത്യേകമായ ഡിഗ്രി എടുത്ത ഒരാളാണ് ഡോക്ടർ BR അംബേദ്കർ. നിങ്ങൾക്കറിയാമോ, ഡോക്ടർ BR അംബേദ്കർ എടുത്ത ഔദ്യോഗിക ഡിഗ്രികളുടെ എണ്ണത്തെ ഭേദിച്ച ഒരു മനുഷ്യൻ നാളിതുവരെ ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഓക്സ്ഫോർഡ് BA-ക്കാരനായിരുന്നു നെഹ്റു, ഭരണഘടനാ വിദഗ്ധനായിരുന്നില്ല. ഗാന്ധിയോ? ഗാന്ധിക്ക് എഴുതാൻ പറ്റില്ല. ഗാന്ധി എഴുതിയ ഇന്ത്യ തന്നെ കാണില്ലായിരുന്നു എന്നുള്ളത് ഉറപ്പാണ്. അദ്ദേഹത്തിന് പറ്റില്ല. പിന്നെ ആർക്കാണ് പറ്റുക? പട്ടേൽ എഴുതുമോ? ആരെഴുതുമെന്ന്? സുഭാഷ് ചന്ദ്രബോസ് എഴുതും. ആരെഴുതുമെന്നാണ് ഇവർ പറയുന്നത്? ആരും എഴുതില്ലായിരുന്നു. ഡോക്ടർ BR അംബേദ്കറോളം തലപ്പൊക്കമുള്ള മറ്റൊരാളുണ്ടായിരുന്നില്ല. ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഒന്ന്, ഇവിടെ ഞാൻ നിങ്ങളോട് സംസാരിക്കേണ്ട വിഷയമായി തന്നിരിക്കുന്ന സംവരണം നേരിടുന്ന വെല്ലുവിളികൾ എന്ന ഒരു ക്യാപ്ഷനാണ് ഇതിനകത്ത് കൊടുത്തത്. ഈ സംവരണത്തെക്കുറിച്ച് ഉള്ള നമ്മുടെ സങ്കല്പങ്ങൾ ഒന്ന് വിശദീകരിക്കേണ്ടതുണ്ട്. നമുക്കിടയിൽ തന്നെ ആൾക്കാർ പറയുന്നൊരു കാര്യമുണ്ട്, എനിക്ക് നേരിട്ട് അനുഭവമുള്ളൊരു കാര്യമാണ്. സാമുദായിക സംവരണത്തിലാണ് എനിക്ക് ജോലിയൊക്കെ കിട്ടിയതെങ്കിലും എനിക്ക് ഇഷ്ടം സാമ്പത്തിക സംവരണത്തോടാണ് കേട്ടോ എന്ന് പറയുന്ന മാന്യന്മാർ ജീവിക്കുന്നൊരു സമുദായമാണ് നമ്മുടേത്. എന്താ എനിക്ക് കിട്ടാൻ കാരണമെന്നോ ഇത് കിട്ടിയത് കൊണ്ട് എനിക്കെന്താ ഉണ്ടായെന്നൊന്നും ആലോചിക്കുക. എനിക്കിതൊക്കെയാണെങ്കിലും സാമ്പത്തിക സംവരണമാണ് കേട്ടോ താല്പര്യം എന്നൊക്കെ പറയുന്ന വിധം ചരിത്രത്തെ സംബന്ധിച്ച് നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് സങ്കല്പങ്ങളില്ലാതെ കൂടി നമ്മൾ സംവരണത്തെ കാണുന്നു. ഈ സംവരണം എന്ന ഭരണഘടനാ വ്യവസ്ഥയാണ്. ആരെങ്കിലും കൊടുക്കുന്ന പ്രത്യേക പാരിതോഷികമല്ലത്. അതൊരു ഭരണഘടനാ സംവിധാനമാണ്. അപ്പോൾ ഈ സംവരണത്തെക്കുറിച്ച് സംസാരിക്കുന്നവർ യഥാർത്ഥത്തിൽ അന്വേഷിക്കേണ്ടത് ഇത്തരമൊരു സംവിധാനം നമ്മുടെ ഭരണഘടനയിലേക്ക് വരാൻ കാരണമെന്താണെന്ന് ആദ്യം അന്വേഷിക്കേണ്ടത്. ഇത്തരം ഈ ചില വിഭാഗങ്ങളെ പ്രത്യേകമായി പരിഗണിച്ച് അവർക്ക് നിയമപരമായി അവരുടെ അവകാശം ഉറപ്പിക്കുന്ന ഒരു സംവിധാനം ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്ത് സ്ഥാനം പിടിച്ചതെന്തുകൊണ്ട് എന്ന ചോദ്യമാണ് നമ്മൾ ചോദിക്കേണ്ടത്. അതിന് ഉത്തരം കണ്ടെത്തി നമുക്ക് മനസ്സിലാവും ഇതെന്താണ് ഈ സംവരണം എന്നതും സംവരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്. നിങ്ങൾക്കറിയാമോ,
ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിനകത്ത് 1915 ശേഷം 16 ജാതികൾ ഇന്ത്യയിലെന്ന വിശ്വപ്രസിദ്ധമായ പ്രബന്ധം ഡോക്ടർ BR അംബേദ്കർ അമേരിക്കയിൽ പഠിക്കുന്ന കാലത്താണ് കാസ്റ്റ് ഇൻ ഇന്ത്യ, അതിൻ്റെ ചരിത്രവും പ്രവർത്തന രീതിയും എന്ന വിശ്വപ്രസിദ്ധമായ 24 പേജ് മാത്രമുള്ള ഒരു പ്രബന്ധം എഴുതുന്നത്. അതിപ്പോഴും വായിക്കപ്പെടുന്ന പുസ്തകമാണ്. ഇപ്പോൾ കേരളത്തിൽ ഒരു ദിവസം ഏതാണ്ട് 500 പുസ്തകം ഇറങ്ങുന്നുണ്ടെന്ന് അറിയുന്നത്. അത് ആരെങ്കിലും വായിക്കുന്നുണ്ടോ എന്ന് ആർക്കും അറിയത്തില്ല. ഡോക്ടർ BR അംബേദ്കർ 16 എഴുതിയ പുസ്തകം എന്ന് പറഞ്ഞാൽ 110 വർഷം മുമ്പ് എഴുതിയ പുസ്തകം ഇപ്പോഴും വായിക്കുക. ആർത്തിയോടെയാണ് മനുഷ്യർ വായിക്കുന്നത്. വാട്ട് ഈസ് കാസ്റ്റ് എന്ന ചോദ്യത്തിനൊരു ഉത്തരം അതിനകത്തുണ്ട്. കാര്യം അതിനുശേഷം അദ്ദേഹം നേരിട്ട് സംഘടനാ പ്രവർത്തനം നടത്തുന്നു. ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസം നേടി തിരിച്ച് നാട്ടിൽ വന്ന് സാമൂഹിക രംഗത്ത് ഇടപെടുമ്പോൾ 1917 അദ്ദേഹം സൗത്ത് ബോറോ കമ്മീഷൻ എന്നൊരു കമ്മീഷൻ ഒരു തെളിവെടുപ്പ് കൊടുക്കുന്നു, തെളിവ് നൽകുമ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യം, വ്യത്യസ്തമായ രാഷ്ട്രീയ അഭിപ്രായമുള്ളവർ പാർലമെൻറ്റിലേക്ക് വന്നാൽ ജനാധിപത്യം 50% ആകുന്നുള്ളൂ. ജനാധിപത്യം 100% ആ രാഷ്ട്രത്തിൽ ജീവിക്കുന്ന മുഴുവൻ വിഭാഗങ്ങളുടെയും പ്രതിനിധികൾ പാർലമെൻറ്റിൽ എത്തിച്ചേരണം. ജനാധിപത്യം പൂർണ്ണമാകാൻ അഭിപ്രായ വ്യത്യാസമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ മാത്രം പോരാ, മറിച്ച് വിഭാഗങ്ങളുടെ പ്രതിനിധികൾ കൂടി എത്തിച്ചേരണമെന്ന് 108 വർഷങ്ങൾക്ക് മുമ്പ് ഡോക്ടർ BR അംബേദ്കർ പറയുന്നു. ഇന്ത്യ അദ്ദേഹം അങ്ങനെയാണ് മനസ്സിലാക്കിയത്. ഇന്ത്യയിലെ വ്യത്യസ്ത ജനവിഭാഗങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശമായിട്ടാണ് ഇന്ത്യയെ അദ്ദേഹം മനസ്സിലാക്കിയത്. ഈ വ്യത്യസ്ത ജനവിഭാഗങ്ങൾ എല്ലാവരും നമ്മളെ പ്രസംഗങ്ങളിൽ പറയുന്നൊരു പ്രധാന വാക്യമാണ്, നമ്മൾ ഡൈവേഴ്സിറ്റി ഉള്ള ഒരു സമൂഹമാണ്, വ്യത്യസ്തതകളുടെ നാടാണ് ഇന്ത്യ. അതുവരേ പറയുള്ളൂ, അതിനപ്പുറം അവർ പറയില്ല. അതിനപ്പുറമാണ് കാര്യം കിടക്കുന്നത്. നമുക്കിടയിൽ വ്യത്യസ്തതയുണ്ട് എന്നുള്ളതല്ല പ്രശ്നം. ഇന്ത്യക്കകത്ത് 423 ഭാഷകളുണ്ടെന്ന് അരുന്ധതി റോയ് പറയുന്നുണ്ട്. അതിനേക്കാളൊക്കെ കൂടുതലുണ്ടാകാൻ വഴിയുണ്ട്. എന്തായാലും ഒരു എണ്ണം പറയുന്നത് 423 ഭാഷയാണ് ഒരാൾ മാത്രം സംസാരിക്കുന്ന ഭാഷ ഇന്ത്യയിലുണ്ട്. ആ പുള്ളി മരിച്ചാൽ ആ ഭാഷ തീരും. 3 പേർ മാത്രം സംസാരിക്കുന്ന ഭാഷയുണ്ട്. ആ 3 പേരും മരിച്ചാൽ പിന്നെ ആ ഭാഷയില്ല. അത്രയും വൈവിധ്യപൂർണമായ ഭാഷ. നമ്മളിവിടുത്തെ കർണാടകയിലെത്തിയാൽ നമുക്ക് അവർ പറയാൻ മനസ്സിലാവില്ല, ഒന്നും മനസ്സിലാവില്ല. നമ്മൾ നോർത്തിൽ പഞ്ചാബിൽ അവർ പറയുന്നത്, നമ്മളെല്ലാം ഇന്ത്യക്കാരാണ്, പക്ഷെ നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ പറഞ്ഞാൽ അവർക്കും മനസ്സിലാവില്ല, അവർ പറഞ്ഞാൽ നമുക്കും മനസ്സിലാവില്ല. അവിടുത്തെ സ്ത്രീകളുടെ വസ്ത്രധാരണം നമ്മുടെ വസ്ത്രധാരണമേ അല്ല, പുരുഷന്മാരുടെ വസ്ത്രധാരണവുമല്ല, ആഹാര രീതി അതല്ല. പഞ്ചാബിൽ പോയി ഭക്ഷണം കഴിച്ചാൽ നമ്മുടെ ഇതിൽ പിടിക്കണമെന്നില്ല. നമ്മൾ വിചാരിക്കുന്നത് ഷുഗർ ഉണ്ടാവുന്ന മധുരപലഹാരം കഴിക്കുന്നതുകൊണ്ടാണെന്നാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെയാണ് പഞ്ചാബികൾ നേരത്തെ ഷുഗർ പിടിച്ച് മരിച്ചു പോകണ്ട. അവർ മധുരം മാത്രമേ കഴിക്കാറുള്ളൂ. അത്ര അളവിൽ അവർ ക്വാണ്ടിറ്റി അത്ര അളവിൽ കഴിക്കുന്നവർ. അത് നമുക്ക് പറ്റില്ല. അപ്പോൾ വ്യത്യസ്തമായ ഭക്ഷണം, വ്യത്യസ്തമായ വസ്ത്രധാരണ രീതി, വ്യത്യസ്ത ഭാഷ, വ്യത്യസ്ത ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഡൈവേഴ്സിറ്റിയാണ്. വളരെ വ്യത്യസ്തമായൊരു സമൂഹം. ഈ വ്യത്യസ്തതകളെ നമ്മളിങ്ങനെ ഇവിടെ ഈ കുപ്പി വെച്ചിരിക്കുന്നത് പോലെ നേരെ അടുക്കി വെച്ചേക്കുമല്ല. ഈ വ്യത്യസ്തതകൾ ഡയറക്റ്റായിട്ട് ഈക്വലായ ബന്ധത്തിലല്ല. അത് ഏറ്റവും മുകളിൽ കുറേ പേരുണ്ടെന്നാണ് പറയുന്നത്, ഏറ്റവും താഴെയും കുറേ പേരുണ്ടെന്നാണ് പറയുന്നത്, സൈഡിൽ കുറേ പേരുണ്ട്, സെൻട്രൽ സ്റ്റേജിൽ കുറേ പേരുണ്ട്, ഔട്ട് ഓഫ് സ്റ്റേജിൽ കുറേ പേരുണ്ട്, മാർജിനകത്ത് കുറേ പേരുണ്ട്, മാർജിന് വെളിയിൽ കുറേ പേരുണ്ട്. ഇതിങ്ങനെയാണ് വിന്യസിച്ചിരിക്കുന്ന സമൂഹത്തിനകത്ത്. എല്ലാവർക്കും ഒരേ ഇടമല്ല, ഈക്വലായൊരിടമില്ല ഇന്ത്യൻ സമൂഹത്തിനകത്ത്. അപ്പം അങ്ങനെ പുറത്തു പോകേണ്ടി വന്ന വിഭാഗങ്ങളെ എന്തു ചെയ്യണമെന്നുള്ളൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട് ദേശീയ പ്രസ്ഥാന ഘട്ടത്തിൽ. 1909 തന്നെ ഇന്ത്യൻ മുസ്ലിങ്ങൾ ഒരു പ്രശ്നം, ഗാന്ധിയുടെ മുന്നിൽ ഒരു പ്രശ്നം ഉന്നയിക്കുന്നുണ്ട്. അന്നത്തെ ദേശീയ പ്രസ്ഥാനത്തിന് മുന്നിലൊരു പ്രശ്നമുണ്ട്. ഗാന്ധി അതിന് ശേഷമാണ് നേതൃത്വം ഏറ്റെടുക്കുന്നത്. എങ്കിലും ദേശീയ പ്രസ്ഥാനത്തിന് മുന്നിൽ പ്രശ്നമുണ്ട്. നിങ്ങളൊരു രാഷ്ട്രം ഉണ്ടാക്കാൻ നാഷണൽ കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ടല്ലോ, ആ രാഷ്ട്രത്തിൽ ഞങ്ങളുടെ പങ്കെന്തായിരിക്കും? ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ പങ്കെന്തായിരിക്കും? ഇത് തന്നെയാണ്
1917 ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നത്. അതെ, നിങ്ങളൊരു രാഷ്ട്രം ഉണ്ടാക്കുമെന്ന് പറയുന്നുണ്ടല്ലോ, ആ രാഷ്ട്രത്തിൽ ഞങ്ങളുടെ പങ്കെന്തായിരിക്കും? അപ്പോൾ ദേശീയ പ്രസ്ഥാനം പറഞ്ഞു, ബ്രിട്ടീഷുകാർ പോട്ടെ, അത് കഴിഞ്ഞിട്ട് പങ്കിനെക്കുറിച്ചൊക്കെ ആലോചിക്കാമെന്ന് പറഞ്ഞു. അത് നടക്കില്ല എന്ന് പറഞ്ഞു. ബ്രിട്ടീഷുകാർ പോകാൻ വരട്ടെന്ന് പറഞ്ഞു. ഓർക്കണം, നമ്മൾ ദേശവിരുദ്ധരാണെന്നാണ് അവർ പറയുന്നത്. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോകാൻ തീരുമാനിച്ചപ്പോൾ 10,000-കണക്കിന് ദളിതർ ഡൽഹി, മുംബൈ, ചെന്നൈ, കൽക്കട്ട പോലെയുള്ള വൻ നഗരങ്ങളിൽ 10,000-കണക്കിന് ദളിതർ അണിനിരന്ന് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകാൻ വരട്ടെ, ഇന്ത്യയിലെ കമ്മ്യൂണൽ പ്രശ്നം, വംശീയമായ പ്രശ്നം, വർഗീയമായ പ്രശ്നം, വ്യത്യസ്ത വിഭാഗങ്ങളുടെ പ്രശ്നം പരിഹരിച്ചിട്ട് നിങ്ങൾ പോയാൽ മതി, ഈ സവർണ ഹിന്ദുക്കൾക്ക് ഞങ്ങളെ എറിഞ്ഞു കൊടുക്കരുത് എന്ന് പറഞ്ഞൊരു ചരിത്രം ഇന്ത്യക്കുണ്ട്, നമ്മൾ അറിയണം. അത്തരം ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള സമൂഹത്തിനകത്ത് ഡോക്ടർ ബി ആർ അംബേദ്കർ എപ്പോൾ ശ്രദ്ധിച്ചത് ഇവരുടെ അവകാശങ്ങൾ എന്താണെന്ന് ഡിഫൈൻ ചെയ്ത് അത് ഉറപ്പിക്കുക എന്നതായിരുന്നു. അത് ഉറപ്പിക്കുക. അതിന് 17 അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ പ്രതിനിധികൾ വേണം, ഞങ്ങളുടെ പ്രതിനിധികൾ പുതിയ രാഷ്ട്രത്തിൽ വേണം. 1928 സൈമൺ കമ്മീഷൻ വന്നു. അന്നേരം അംബേദ്കർ തെളിവ് കൊടുത്തു. അതിൽ അദ്ദേഹം പറയുന്നത്, ഞങ്ങളെ ഒരു ന്യൂനപക്ഷമായി, മതന്യൂനപക്ഷമായല്ല, സോഷ്യൽ മൈനോറിറ്റിയായി പരിഗണിച്ച് പ്രത്യേകമായ അവകാശങ്ങൾ നൽകണമെന്നാണ്. ഞങ്ങളെ സോക്കോൾഡ് ഹിന്ദുക്കളായിട്ട് എണ്ണാതെ സവിശേഷമായൊരു വിഭാഗമായി പരിഗണിച്ച് ഞങ്ങൾക്ക് പ്രത്യേക അവകാശങ്ങൾ ഉറപ്പ് ചെയ്യണമെന്ന്. 32 വട്ടമേശ സമ്മേളനം നടക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, 9 കമ്മിറ്റികളാണ് വട്ടമേശ സമ്മേളനത്തിലുണ്ടായത്. 8 കമ്മിറ്റിയിലും ഡോക്ടർ ബി ആർ അംബേദ്കർ അംഗമായി. 8 കമ്മിറ്റികൾ. ഡോക്ടർ ബി ആർ അംബേദ്കർക്ക് വേണ്ടി കമ്മിറ്റി അംഗങ്ങൾ പിടിവലിയായിരുന്നു. എന്നുള്ള കാര്യത്തെക്കുറിച്ച് ധാരണയുള്ള ഒരാൾ അംബേദ്കർ ആയിരുന്നു എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. മഹാത്മാഗാന്ധി 2ാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് മുസ്ലിം പ്രതിനിധികളോട് ചെന്ന് പറഞ്ഞു, നിങ്ങൾ പറയുന്ന മുഴുവൻ അവകാശങ്ങളും ഞാൻ അംഗീകരിക്കാം, ഡോക്ടർ ബി ആർ അംബേദ്കർക്കെതിരെ നിങ്ങൾ നിലകൊണ്ടാൽ. എന്തായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞത്? ഞങ്ങളുടെ പ്രതിനിധികളെ പാർലമെൻറ്റിലേക്കും പഞ്ചായത്ത് മുതൽ പാർലമെൻറ്റിലേക്ക് ഞങ്ങളുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഞങ്ങൾക്കായിരിക്കണം എന്നാണ് പറഞ്ഞത്. അതെല്ലാവർക്കും വേണ്ട, അത് ഞങ്ങൾ അയച്ചോളാമെന്നായിരുന്നു. എന്ന് പറഞ്ഞാൽ സമുദായത്തോട് കൂറുള്ളവർ ഞങ്ങളെ റെപ്രസെൻ്റ് ചെയ്യണമെന്നാണ് 32 അംബേദ്കർ പറഞ്ഞത്. അപ്പം നമുക്ക് റെപ്രസെൻറ്റേഷൻ ഇല്ലായ്കയില്ല. 150-അടുത്ത് അറൗണ്ട് 150 മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റാണ് നമുക്കുള്ളത്. ഒരു 100 പേരെ കൂടി വില കൊടുത്ത് വാങ്ങാൻ ശേഷിയുണ്ട്. ഇന്ത്യ ഭരിക്കാവുന്ന ആൾക്കാരാണ് നമ്മൾ. എന്നിട്ടാണ് നമ്മളൊന്നുമില്ലെന്ന് പറഞ്ഞ് നടക്കുന്നത്. എണ്ണം പറഞ്ഞാൽ വളരെ വലിയ സംഘമുണ്ട് ഇന്ത്യൻ പാർലമെൻറ്റിൽ, രാജ്യസഭയിലും ലോക്സഭയിലുമായിട്ട്. നമ്മളൊരു 100 പേരെ കൂടി ഈ അദാനിയും അംബാനിയും ഇപ്പോൾ ഭരിക്കുന്നവരൊക്കെ ചെയ്യുന്നവരെ വില കൊടുത്ത് 100 MP-മാരെ വാങ്ങാൻ നമുക്ക് ശേഷം നമുക്ക് ഇന്ത്യ ഭരിക്കാൻ പറ്റും. പക്ഷെ നടക്കില്ല. എന്താണെന്നറിയാമോ നടക്കാത്തത്? അവരാരും നമ്മളെ അല്ല പ്രതിനിധാനം ചെയ്യും, അവരവരുടെ പാർട്ടികളെ പ്രതിനിധാനം ചെയ്യും. ഇതാണ് അതിൻ്റെ ഒരു ഇതുണ്ടാവുമെന്ന് മുൻകൂട്ടി കണ്ടാണ് അംബേദ്കർ പറഞ്ഞത്, ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കാൻ അവകാശം തരണം. അന്ന് ഗാന്ധിയെ കാണുമ്പോൾ അംബേദ്കർ പറഞ്ഞു, ഗാന്ധി, എനിക്കൊരു മാതൃരാജ്യമില്ല. വളരെ പ്രസിദ്ധമായൊരു വാക്യമാണ്. എൻ്റെ ജനതയെ പുഴുക്കളെപ്പോലെ കാണുന്ന ഈ നാട് എൻ്റേതാണെന്ന് ഞാൻ എങ്ങനെ കരുതുമെന്നാണ്. അതുകൊണ്ട് എനിക്കൊരു മാതൃരാജ്യമില്ലെന്ന് പിൽക്കാലത്ത് രാഷ്ട്രപിതാവായി വാഴിക്കപ്പെട്ട ഗാന്ധിയോട് പറഞ്ഞൊരാളാണ് അംബേദ്കർ. 30 ആദ്യം കാണുമ്പോൾ നീണ്ട 18 വർഷം കഴിയുമ്പോൾ ഇന്ത്യൻ ഭരണഘടന എഴുതി 1948 അത് മേശപ്പുറത്ത് വെക്കുന്ന സമയത്ത് ആ ഭരണഘടന ആദ്യത്തെ വാചകം വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, ഇന്ത്യക്കാരായ നമ്മൾ എന്നാണ്. എനിക്കൊരു മാതൃരാജ്യമില്ല എന്ന് പ്രഖ്യാപിച്ച അംബേദ്കറിൽ നിന്നും വി ദ പീപ്പിൾ എന്ന വാക്യത്തിലേക്കുള്ള വളർച്ചയാണ്
ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ വളർച്ചയെന്ന് പറയുന്നത്. അതിൽ എല്ലാ വിഭാഗങ്ങളുടെയും പ്രാതിനിധ്യം എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും എന്നാ ചോദ്യം. സംവരണത്തിൻ്റെ ലോജിക്ക് അതാണ്. അതായത് സ്വാഭാവിക നീതി വിതരണം ചെയ്യപ്പെടാത്തൊരു സ്ഥലമാണ് ഇന്ത്യ. സ്വാഭാവിക നീതി വിതരണം ചെയ്യപ്പെടാത്ത ഒരു സമൂഹമാണ് ഇന്ത്യ. കേരളത്തിലൊരു ആദിവാസി പട്ടിണി കിടന്നു മരിച്ചു എന്ന് കേട്ടാൽ കേരളം ഒരിക്കലും ഇളകിമറിയാൻ പോകുന്നില്ല. ഉറപ്പുണ്ട്. 40 വർഷമായി ഞാൻ ഈ മേഖലയിൽ നിൽക്കുന്ന ഒരാളാണ്, എനിക്കറിയാം കേരളം ഇളകിമറിയില്ല. പക്ഷേ കേരളത്തിലെ മധ്യമജാതിക്കുള്ള ഒരു ആൾ പട്ടിണി കിടന്ന് മരിച്ചു എന്നറിഞ്ഞാൽ കേരളം അക്ഷരാർത്ഥത്തിൽ ഇളകി മറിയും. അതിൻ്റെ ഒരു കാരണം ഈ മനുഷ്യന്മാർ കുഴപ്പക്കാരായതുകൊണ്ടൊന്നുമല്ല. ഒരു മനുഷ്യനെയും ഞാൻ കുറ്റക്കാരായി കാണുന്നുമില്ല. അവർ ചെറുപ്പം മുതലേ പഠിക്കുന്ന കാര്യമാണ്. ആരുടെ ദുഃഖമാണ് നമ്മുടെ ദുഃഖമായിരിക്കണം അവർക്കറിയാം. അപ്പോൾ നമ്മൾ ഈ സിനിമയൊക്കെ കാണുമ്പോൾ ചെയ്യുന്ന പോലെ വലിയൊരു തറവാട്ടിൽ 5-8 സ്ത്രീകളും തടിമാടനായ 2-3 പുരുഷന്മാരും കാണും. ഈ തടിമാടനായ പുരുഷൻ അമ്പലത്തിൽ പോയി പടച്ചോറ് കൊണ്ടുവന്ന് പെങ്ങന്മാർക്കും അമ്മമാർക്കും എല്ലാം കൊടുക്കുക. അതെല്ലാം കണ്ട് ആളെല്ലാം കരയുക, കൂടെ നമ്മളും കരയുക. ഇവർ 8 പേരുണ്ടെന്ന് പറയും. 8 പേര് തൊഴിലുറപ്പ് പദ്ധതിക്ക് പോയാൽ 8000 രൂപ അല്ലെങ്കിൽ 4000 രൂപ കിട്ടും. സുഖമായിട്ട് അവർക്ക് 4-5 കറി കൂട്ടി ഭക്ഷണം കഴിയും. പക്ഷെ നമുക്കങ്ങനെ തോന്നിയല്ല, അവർ പണിക്ക് തന്നെ പോകാത്തതെന്ന് തോന്നിയല്ല. ദാറ്റ് ഈസ് വാട്ട് ഈസ് കാസ്റ്റ്. അതാണ് ജാതി. അല്ലെങ്കിൽ ഇതേ സിറ്റുവേഷൻ ഒരു ആദിവാസി വീട്ടിൽ 5-8 പേരുണ്ട്. അവർ പുറത്ത് പോയി പല വീടുകളിൽ നിന്ന് അരി മേടിച്ചുകൊണ്ട് വന്ന് കഞ്ഞി വെച്ച് കുടിക്കുന്നൊരു സീൻ സിനിമയിലുണ്ടെന്ന് നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കൂ. ആ കണ്ടിരിക്കുന്ന മുഴുവൻ ആൾക്കാരും പറയും അവർക്ക് പണിക്ക് പോകത്തില്ലെന്ന് ചോദിക്കും. മറ്റവനോട് ചോദിക്കാത്ത ചോദ്യം ഇവിടെ പെട്ടെന്ന് വരും. എന്താ കാര്യം? ദാറ്റ് ഈസ് വാട്ട് ഈസ് കാസ്റ്റ്. അതാണ് ജാതി എന്ന് പറയുന്നത്. ചിലർ പണിയെടുക്കാൻ വേണ്ടി ജനിച്ചവരാണെന്നാണ് നമ്മൾ കരുതുന്നത്. ചിലർ പണിയെടുക്കാതിരിക്കാൻ ജനിച്ചവരാണ്. നമ്മളങ്ങനെ മനസ്സിലാക്കിയിരിക്കുക. എൻ്റെ സുഹൃത്ത് യൂണിവേഴ്സിറ്റിയിലെ അധ്യാപന കാലിക്കട്ട് KS മാധവൻ, കേരളത്തിൽ 2 തരം ദരിദ്രരുണ്ട്. ഒന്ന് പണിയെടുത്ത് ദരിദ്രരായിപ്പോയാണ്, പണിയെടുക്കാതെ ദരിദ്രരായാണ്. 2 ദരിദ്രരുണ്ടെന്ന് അദ്ദേഹം പറയും. ഞാൻ പറയുന്നത് ഇങ്ങനെ സമൂഹം ബഹിഷ്കരിക്കുന്ന വിഭാഗങ്ങളെ ഒരു ആധുനിക രാഷ്ട്രം എങ്ങനെ കഴിയും? അതാണ് ചോദ്യം. സമൂഹം എന്ത് ചെയ്യും എന്നുള്ളതല്ല. നമ്മളൊരു ജനാധിപത്യ രാഷ്ട്രത്തിന് രൂപം കൊടുക്കാൻ പോവുക. അവിടെ എല്ലാവരെയും ഈക്വലായി പരിഗണിക്കണം. അത് ജനാധിപത്യ രാഷ്ട്രത്തിൻ്റെ മൗലികമായ കടമയാണ്. അതിലെ പൗരന്മാരെല്ലാം തുല്യരാണെന്ന് കരുതുക എന്നുള്ളത്. ഇന്ത്യയുടെ ഏറ്റവും വലിയ ശാപം അത് എല്ലാവരും മനുഷ്യർ തുല്യരാണെന്ന് കരുതുന്നില്ല എന്നതാണ്. കരുതുന്നില്ല എന്ന് മാത്രമല്ല, തുല്യരല്ലെന്ന് വിശ്വസിക്കുന്നുമുണ്ട്. കാരണം മുഖത്തു നിന്ന് വന്നവൻ പാദത്തിൽ നിന്ന് വന്നവനെ അംഗീകരിക്കേണ്ട കാര്യമില്ലല്ലോ. ബ്രഹ്മാവിൻ്റെ മുഖത്തുനിന്ന് നേരെ ഇറങ്ങി വന്നവനെ എന്തിനാണ് പാദത്തിൽ നിന്ന് വന്നവനെ മാനിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇന്ത്യൻ തത്വചിന്തയ്ക്ക് മനുഷ്യനെ സംബന്ധിച്ചൊരു ഇഗാലിറ്റേറിയൻ സമത്വപൂർണമായൊരു സങ്കല്പം ഇന്ത്യക്കകത്തില്ല. ചില അധമ മനുഷ്യർ, അങ്ങനെയാണ് ഉന്നത കുലജാതർ എന്ന വാക്കുണ്ടാകുന്നത്. അധമ കുലജാതർ എന്ന മറ്റൊരു വാക്കുണ്ടാകും. ചിലരൊക്കെ ജനിക്കുമ്പോൾ തന്നെ അധമരാണെന്ന് കരുതുന്ന വളരെ സൈക്കിക് ഡിസോർഡർ ഉള്ള ഒരു സമൂഹമാണ് നമ്മുടേത്. ശരിക്കും സൈക്കിക് ഡിസോർഡറാണ്, നമ്മളതറിയണം. ഒരു അൺടച്ചബിൾ കാസ്റ്റ്, 50 വർഷം മുമ്പ് ഒരു അൺടച്ചബിൾ കാസ്റ്റിനെ കണ്ടാൽ 16 പ്രാവശ്യം കുളിക്കുന്നവൻ നോർമലാണോ? എനിക്ക് തോന്നുന്നില്ല അയാൾ നോർമലാണെന്ന്. അയാൾക്ക് അസുഖമാണ്, മനോരോഗമാണ്. അയാൾ ചികിത്സയ്ക്ക് വിധേയമാകേണ്ട ആളാണ്. അത് ശുദ്ധിയായിട്ടൊരു ബന്ധമുള്ള കാര്യമല്ല, അയാളുടെ മനോവിഭ്രാന്തിയാണത്. അയിത്തക്കാരനെ കണ്ടാൽ 16 പ്രാവശ്യം വെള്ളത്തേറി കിടക്കുവാന്ന്. എന്ത് ഭീകരതയാണെന്ന് ആലോചിച്ചു. അവരൊക്കെ മനുഷ്യരാണോ യഥാർത്ഥത്തിൽ? മറ്റുള്ളവർ തൊട്ട ഭക്ഷണം കഴിച്ചാൽ പറ്റത്തില്ലെന്ന് പറയും. ശബരിമല ഇവിടെ നമ്മുടെ അവിടുത്തെ ക്ഷേത്രത്തിൽ, ഗുരുവായൂർ ക്ഷേത്രത്തിൽ പാചകക്കാരനാണ്. ബ്രാഹ്മണൻ അപേക്ഷിച്ചാൽ മതി എന്നാണ്. അങ്ങനെ ബ്രാഹ്മണൻ ഉണ്ടാക്കിയാലേ ചോറ് വേകുള്ളൂ. എന്താ നമ്മളങ്ങനെ ചോദിക്കാത്തത്? ഈ ചോറ് വേകണമെങ്കിൽ ബ്രാഹ്മണൻ ഉണ്ടാക്കണോ?
ആരുണ്ടാക്കിയാലും കഴിക്കാമല്ലോ. ഈ ഹോട്ടലിലൊക്കെ കയറി കഴിക്കുന്ന ആരുണ്ടാക്കിയിട്ടാണ്? ആർക്കാ ഇതറിയാവുന്നു? ഒരു അബ്നോർമലായ ഒരു മനോഘടന നമുക്കുണ്ട്. അതിലൂടെ നമ്മൾ ഒത്തിരി പേരെ പുറന്തള്ളുന്നു. ഈ പുറന്തള്ളുന്നവരെ രാഷ്ട്രം തിരിച്ചെടുക്കണം. അത് രാഷ്ട്രത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. ഇന്ത്യക്കകത്ത് ഓൾ ഹ്യൂമൻസ് ആർ ഈക്വൽ. ഒരു മനുഷ്യനെയും വിവേചനത്തിന് വിധേയമാക്കരുതെന്ന് പറഞ്ഞ ആദ്യത്തെ പുസ്തകം ഇന്ത്യൻ ഭരണഘടനയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളീ പറയുന്ന വേദങ്ങളിലോ ഇതിഹാസങ്ങളിലോ രാമായണത്തിലോ ഭാഗവതത്തിലോ ഒന്നും മനുഷ്യരെല്ലാം തുല്യരാണെന്ന് പറഞ്ഞൊരു വാക്കില്ല. അല്ലെ കാണിച്ചു തന്നാൽ മതി. പണ്ഡിതന്മാരൊന്ന് കാണിച്ചു തന്നാൽ മതി എന്ന് തന്നെയാണ് ഈ പറയുന്നത്. കാണിക്കാൻ പറ്റില്ല. അവരെത്ര ചുഴിഞ്ഞു നോക്കിയാലും അതിനകത്തില്ല. ഇന്ത്യൻ ഭരണഘടന 14-ാം വകുപ്പ് ജാതി, മതം, വംശം, വർണ്ണം, ഭാഷ, ലിംഗം എന്നിവയുടെ പ്രദേശം എന്നിവയുടെ പേരിൽ ഒരു മനുഷ്യനും വിവേചിക്കാൻ പാടില്ല. അങ്ങനെയുള്ളൊരു ഭരണഘടനയ്ക്ക് വിവേചനത്തിന് വിധേയരാകുന്നവരെ തിരിച്ചെടുത്തേ പറ്റും. തിരിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ എന്നാൽ അവർക്കും കൊടുത്തേക്കാം എന്ന് തീരുമാനിച്ചാൽ കൊടുക്കുമോ? കൊടുക്കില്ല. ഇതറിയാവുന്നത് കൊണ്ട് അതൊരു നിയമമായി ഭരണഘടനാ തത്വമായി വരികയാണ്. ആ ഭരണഘടനാ തത്വം വളരെ വ്യക്തമാണ്. അതിനകത്ത് 16-ാം വകുപ്പിൽ പറയുന്നൊരു കാര്യം, ഇന്ത്യൻ ഭരണ 16-ാം വകുപ്പിൽ പറയുന്നൊരു കാര്യം, ഒരു സ്റ്റേറ്റിന് ഏതെങ്കിലും വിഭാഗത്തിന് മതിയായ പ്രാതിനിധ്യമില്ലെന്ന് ബോധ്യപ്പെട്ടാൽ അവരുടെ പ്രാതിനിധ്യം ഉറപ്പിക്കുവാൻ നിയമനിർമ്മാണം നടത്താൻ അവകാശമുണ്ടെന്നാണ് പറയുന്നത്. അതാ ഈ സംവരണം എന്ന് പറയുന്ന കാര്യം. ഏതെങ്കിലും വിഭാഗത്തിന് മതിയായ പ്രാതിനിധ്യമില്ലെന്ന് ബോധ്യപ്പെട്ട, എങ്ങനെ ബോധ്യപ്പെടുന്നത്? കണക്കെടുത്താൽ മതി. കണക്കെടുത്താൽ അറിയാലോ മതിയായ പ്രാതിനിധ്യം ഉണ്ടോ ഇല്ലയെന്ന്. ഇല്ലേ അവർക്ക് കൊടുക്കണം. കൊടുക്കണ്ടേ? നമ്മുടേതൊരു ജനാധിപത്യ രാജ്യമല്ലേ? ഇവിടെ എല്ലാവർക്കും ഭരിക്കാനുള്ള അവകാശമില്ലേ? ഈ ബ്യൂറോക്രസിയുടെ ഭാഗമായിരിക്കാനുള്ള അവകാശമില്ലേ? ജുഡീഷ്യറിയുടെ ഭാഗമായിരിക്കാനുള്ള അവകാശമില്ലേ? പാർലമെൻറ്റിൻ്റെ ഭാഗമായിരിക്കാൻ നമുക്ക് അവകാശമില്ലേ? ഉണ്ട്. അത് ഉറപ്പിക്കാനുള്ള ഒരു ഭരണഘടനാ വ്യവസ്ഥയാണ് സംവരണം എന്ന് പറയുന്നൊരു കാര്യം. അപ്പോൾ അത് അങ്ങനെ എന്തിനാണ് പ്രത്യേകം കൊടുക്കുന്നതെന്നാണ് ചോദ്യം. നമ്മളെല്ലാവരും തുല്യരാണല്ലോ, പിന്നെ എന്തിനാണ് കൊടുക്കുന്നതെന്നാണ് ഒരു മാന്യം കേരളത്തിൽ പറഞ്ഞു നടക്കുന്നൊരു കാര്യം. നമ്മളെല്ലാവരും തുല്യരാണെന്ന് പ്രഖ്യാപിച്ചല്ലോ, പിന്നെ എന്തിനാണ് കൊടുക്കുന്നതായിരിക്കും? തുല്യരാണെന്ന് പ്രഖ്യാപിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം. പ്രഖ്യാപിച്ചത് കൊണ്ട് മാത്രം നമ്മൾ തുല്യരായിക്കൊള്ളണം. തുല്യത എന്നത് നമ്മൾ വിചാരിക്കുന്നതിൽ പ്രഖ്യാപനം കൊണ്ട് തീർപ്പാക്കാവുന്ന കാര്യമില്ല. അതിന് നിരവധി ഘടകങ്ങൾ പരിശോധിക്കപ്പെടേണ്ടി വരും. ഒരാൾ അട്ടപ്പാടിയിൽ ജീവിക്കുന്ന ആദിവാസി, തൃപ്പൂണിത്തറയിൽ ജീവിക്കുന്ന നമ്മളും തുല്യരാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ ആദിവാസിയെ ചതിക്കുകയാണെന്നാണ് അതിൻ്റെ അർത്ഥം. അവൻ്റെ യഥാർത്ഥ പ്രശ്നങ്ങൾ കാണാൻ നമ്മൾ വിസമ്മതിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മളുടെ ഫെസിലിറ്റി ഒന്നുമില്ലാതെ കാടിനുള്ളിൽ ജീവിക്കുന്ന ഒരാളും ഈ നഗരത്തിൻ്റെ എല്ലാ ഫെസിലിറ്റീസ് ഉപയോഗിച്ച് ജീവിക്കുന്ന നമ്മളും തുല്യരാണെന്ന് പറയണമെങ്കിൽ ഒന്നുകിൽ നമ്മൾ കൗശലക്കാരാണ്, അല്ലെങ്കിൽ പൊട്ടന്മാരായിരിക്കണം. രണ്ട് കൂട്ടർക്കേ അങ്ങനെ പറയാൻ പറ്റും. അപ്പോൾ ഞാൻ പറയുന്നൊരു കാര്യം, ഈ വിഭാഗങ്ങളുടെ അവകാശം നിയമപരമായി ഭരണഘടനാപരമായി ഉറപ്പിക്കേണ്ടി വന്നത് ഇതവർക്ക് സ്വാഭാവികമായിട്ട് കിട്ടില്ല. KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് എന്തിനാ പ്രത്യേക സീറ്റ് റിസർവ് ചെയ്തിരിക്കുന്നത്? സ്വാഭാവികമായിട്ട് എന്നാൽ ഒരു സ്ത്രീ വരുന്നുണ്ട്, അവർ ഇരുന്നോട്ടെ എന്ന് പുരുഷന്മാർ വിചാരിക്കില്ല. അതെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് പുരുഷനെ ഇരിക്കരുതെന്നാണ് അതിൻ്റെ അർത്ഥം. ജനറൽ സീറ്റ് എല്ലാവർക്കും ഉള്ളതാണ്. അവിടെ സ്ത്രീകളിരുന്നാൽ ചില പൊട്ടന്മാർ ചാടി എഴുന്നേറ്റ് പറയും, നിങ്ങൾക്ക് അവിടെ സീറ്റുണ്ട്, നിങ്ങൾ അവിടെ ഇരുന്നാൽ പോരെ. അവനറിയത്തില്ല ഈ പൊതു സീറ്റെന്ന് പറഞ്ഞാൽ സ്ത്രീക്കും പുരുഷനും ഉള്ളതെന്ന് അവനറിയത്തില്ല. എന്ന് പറയുന്നല്ലോ സംവരണത്തിൻ്റെ കാര്യം. നിങ്ങൾ സംവരണം ഉണ്ടല്ലോ, പിന്നെ നിങ്ങൾ ഇവിടെ എന്തിനാണ് വന്നതായി ചോദിക്കും. ഇതിൻ്റെ പൊതു അവകാശം ഉള്ളപ്പോൾ തന്നെ ഒരു സവിശേഷ അവകാശമായിട്ട് നമുക്ക് സംവരണം തരുന്നത് നമുക്ക് കിട്ടിയല്ലാത്തതുകൊണ്ട്. ഇത് മനസ്സിലാകണമെങ്കിൽ നമ്മൾ ഗവേഷണത്തിലൊന്നും പോകണ്ട. സംവരണം ഇല്ലാത്ത സ്ഥലത്ത് ഇവരെത്ര പേരുണ്ടെന്ന് അന്വേഷിച്ചാൽ മതി, എന്നാലും അറിയാൻ വരും. വസ്തുത എന്നാലും പുറത്ത് വരും. കേരളത്തിൽ പുരോഗമനകാരികളാണ് പത്രപ്രവർത്തകർ, വിപ്ലവകാരികളാണ് പത്രപ്രവർത്തകർ. പത്രപ്രവർത്തന മേഖലയിൽ ഒരു ചീഫ് എക്സിക്യൂട്ടീവ് എഡിറ്ററായി
എഡിറ്ററായി എത്ര ദളിതരുണ്ട്, എത്ര സ്ത്രീകളുണ്ട്? ഇല്ല, ഇല്ല. ഇതെന്താണ്? ഇവരെല്ലാം പൊട്ടന്മാരാണ്? ഇവർക്കൊരു പത്രം നടത്താനുള്ള പ്രാപ്തി ഇല്ലേ? സ്ത്രീകളെല്ലാം മന്ദബുദ്ധികളാണോ? അവർക്കൊരു പത്രത്തിന് എഡിറ്ററാകാനുള്ള ഇതില്ലേ? അതല്ല എൻ്റെ കാര്യം. സ്ത്രീ ഞാൻ പറഞ്ഞു കേട്ട് മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി എൻ്റെ വീട്ടിൽ ജീവിച്ചതെന്നുള്ളതാണ് പുരുഷാധിപത്യത്തിൻ്റെ ഒരു യുക്തി. ഇനി അതോ അവൾ പുറത്തു പോവുകയാണെങ്കിൽ കുലസ്ത്രീയായിട്ട് പുറത്തു പോക്കണം. അതെൻ്റെ സമ്മതത്തോടു കൂടിയാണ്. കുലസ്ത്രീയായിട്ടേ പോകാവൂ. അതല്ലാതെ സ്വതന്ത്ര വ്യക്തിയായിട്ട് ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇതേ മനോഭാവമാണ് ദളിതരോട്. അവനോ കോളനി ജീവിക്കുന്ന ആളല്ലേ? കോളനി ജീവിക്കുന്ന ഒരു കുറ്റമാണ്. കോളനി പണിത് കൊടുത്ത സർക്കാരാണ്. ഇവിടെ ഞങ്ങളാരും നേരിട്ട് കോളനിയൊന്നും പണിതിട്ടില്ല. കോളനി പണിത് തന്നത് സർക്കാരാണ്. എന്നിട്ട് ഈ വിദ്വാൻമാരൊക്കെ കോളനി താമസിക്കുന്നവർ മുഴുവൻ കുഴപ്പക്കാരാണ്. എവിടെയെങ്കിലും ഒരു ക്രൈം ഉണ്ടായാൽ അന്നേരം പോലീസ് വണ്ടി നേരെ കോളനിയിലേക്കാണ് പോകുന്നത്. ക്രിമിനൽസ് എല്ലാം കോളനിയിലാണെന്ന് തോന്നുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്? കഴിഞ്ഞ 15 വർഷത്തിനിടയ്ക്ക് കേരളത്തിൽ പിടിക്കപ്പെട്ട മേജർ ക്രൈമുകളിൽ പിടിക്കപ്പെട്ട ഒറ്റ പ്രതി പോലും ദളിതരല്ല, നമ്പ്യാന്മാരും നായന്മാരും. എന്നിട്ടല്ല നമ്മൾ മാത്രം കുറ്റക്കാരാണെന്ന് അവർ പറയുന്നത്. ഇതൊക്കെ ഒരു അന്ധവിശ്വാസമാണ് ഈ മനുഷ്യരുടെ. നമ്മുടെ കൂടെ കള്ളന്മാരും കൊള്ളക്കാരൊക്കെ ഉണ്ട്. അത് ബ്രാഹ്മണരിലും ഉണ്ട്, കള്ളന്മാരും. കൂമർ നാരായണൻ എന്നൊരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. പഴയ ആൾക്കാർക്കറിയാം പേരൊക്കെ. തട്ടിപ്പുകാരും വെട്ടിപ്പുകാരൊക്കെ എല്ലാ സ്ഥലത്തും ഉണ്ട്. അതിങ്ങനെ പ്രത്യേക ജാതിയിലാണെന്നൊക്കെ പറഞ്ഞ്, പ്രത്യേക മതത്തിലാണെന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ മറക്കേണ്ട യാതൊരു ആവശ്യവും. ഞാൻ പറഞ്ഞു വന്നത് ഒരു എഡിറ്റർ പോലും. ഇവിടെ എയ്ഡഡ് മേഖലയുണ്ട്. അവിടെ സംവരണമില്ല. എത്ര പേരുണ്ട് ദളിതർ അധ്യാപകർ? എത്ര പേരുണ്ട്? വസ്തുത പഠിക്കണം. കേരളത്തിൽ വലിയ വിപ്ലവം എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു രവിചന്ദ്രൻ നായരുണ്ട്. അയാൾ ഭയങ്കര ആഗോള യുക്തിവാദിയാണെന്നാണ് പറഞ്ഞത്. അവൻ്റെ ഭാര്യ പഠിപ്പിക്കുന്നത് NSS കോളേജിലാണ്. അതെങ്ങനെയാണ് കിട്ടിയെന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു, അത് ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് കിട്ടിയതാണ്, കാരണം എനിക്ക് ചോദിക്കാൻ പറ്റിയിരുന്നതാണ്. ഈ കൗശലമൊക്കെ കയ്യിലിരിക്കുമോ? ഞാൻ പറയുന്നത് എയ്ഡഡ് മേഖലയിൽ എന്തുകൊണ്ടാണ് നമ്മുടെ PhD ഹോൾഡേഴ്സിന് എൻട്രൻസ് ഇല്ലാത്തത്? എന്തുകൊണ്ട് അവർക്ക് യോഗ്യതയില്ലാത്തത്? നെറ്റുണ്ട്, സെറ്റുണ്ട്, UGC പരീക്ഷ പാസ്സായിട്ടുണ്ട്, പോസ്റ്റ് ഡോക്ടറൽ തീസിസ് സമർപ്പിച്ചിട്ടുള്ള ദളിത് പെൺകുട്ടികളും ആൺകുട്ടികളും ജോലിയില്ലാതെ കേരളത്തിൽ കൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോഴാണ് അങ്ങോട്ട് പ്രവേശനമില്ലെന്നാണ്. അപ്പോൾ ഈ സർക്കാർ ജോലിയിലും സംവരണം ഇല്ലായിരുന്നെങ്കിൽ ഇവരുടെ അവസ്ഥ എന്താകുമായിരുന്നു? ഇത്രയേ ഉള്ളൂ. അതിന് സിമ്പിൾ ലോജിക്കാണ്. നിങ്ങൾ തരില്ല, ഉറപ്പാണ്. അതുകൊണ്ടാണ് ആ നിയമം മൂലം ഉറപ്പിച്ച് അന്ന് മുതൽ തുടങ്ങിയ അതിനെതിരെയുള്ള യുദ്ധമാണ്. എന്നാണോ ഉറപ്പിച്ചത് അന്ന് മുതൽ ഗാന്ധി സ്വന്തം ജീവൻ പണയം വെച്ചാണ് നമ്മുടെ റിസർവേഷനെ പ്രതിരോധിച്ചത്. ഗാന്ധി ഒരു പ്രാവശ്യം മാത്രമേ മരണം വരെ നിരാഹാരം കിടന്നുള്ളൂ. അത് ദളിതർക്ക് സ്വന്തം പ്രതിനിധികളെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം കൊടുക്കരുത് എന്ന് പറഞ്ഞ് തന്നെ ഞാൻ മരിച്ചു കളയുമെന്ന് പറഞ്ഞു. കുറേ നാൾ കഴിഞ്ഞപ്പോൾ അംബേദ്കർക്ക് തോന്നി എൻ്റെ ജനത്തെ മുഴുവൻ ഇവരെല്ലാം കൂടി തല്ലിക്കൊല്ലാൻ സാധ്യതയുണ്ട്. അത് മനസ്സിലാക്കി അദ്ദേഹം പിന്മാറുകയും. ഇതിനെതിരെ വലിയ യുക്തികളാണ് അവർ പറയുന്നത്. ഇതെന്തിനാണ് കൊടുക്കുന്നത്? 70 വർഷമായല്ലോ കൊടുക്കാൻ തുടങ്ങിയിട്ട്, പിന്നെ എന്തിനാണ് ഇപ്പോഴും കൊടുക്കുന്നത്? ഇതാണ് ചോദ്യം. അപ്പോൾ ഇത് 70 വർഷമായോ 700 വർഷമായോ എന്നുള്ളതല്ല. ഒരു പദ്ധതിയെ, ഒരു ഭരണഘടനാ പദ്ധതിയെ വിലയിരുത്തേണ്ടത് അത് എത്ര വർഷം കൊടുത്തില്ല എന്നല്ല, അതിൻ്റെ ലക്ഷ്യം നിറവേറ്റിയോ, അതാണ് അതിൻ്റെ മാനദണ്ഡം. ഇന്ത്യയുടെ സാമൂഹിക സാമ്പത്തിക സേവന മേഖലകളിൽ ദളിതർ വിവേചനരഹിതമായി സ്വീകരിക്കപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് നിർത്താം സംവരണം. സംവരണം നിർത്തുന്നതിന് ഒരു ദളിതനും എതിരല്ല, സ്വീകരിക്കപ്പെടണം. മാരേജ് മാർക്കറ്റിൽ പ്രവേശനമില്ലാതെ ഞങ്ങൾക്ക് ജോബ് മാർക്കറ്റിൽ പ്രവേശനം ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെ പറ്റിക്കാനാരും ശ്രമിക്കരുത്. മനസ്സിലായില്ലേ? ഈ മാട്രിമോണിയിലെടുത്ത് വായിച്ചാൽ നമുക്കറിയാം, അവർ ഏത് ഹിന്ദുവുമാകാം, SC ST ഒഴികെന്നാണ്. അതെന്നാ ഹിന്ദുവാന്ന് എനിക്കിതൊരു മനസ്സിലായിട്ടില്ല. ഏത് ഹിന്ദുവാകും, പക്ഷേ SC ST വേണ്ട. അങ്ങനെയുള്ളൊരു രാജ്യത്ത് ജോബ് മാർക്കറ്റിൽ ഞങ്ങൾക്ക് കിട്ടിക്കോളും നിങ്ങൾ വെറുതെ നുണ പറയുന്നു. കിട്ടില്ല, ഞങ്ങൾക്ക് നല്ല ഉറപ്പ്. അതുകൊണ്ടാണ് ഇനി ഇതാരാ ചെയ്തത്?
ഇന്ത്യയിലെ ദേശീയ നേതാക്കൾ ഒരുമിച്ചിരുന്ന് ആലോചിച്ച് കണ്ടുപിടിച്ചൊരു വഴിയാണ് ഈ വിഭാഗത്തെ ഉൾക്കൊള്ളാൻ. അതിനെതിരെ പറയുന്ന പ്രധാനപ്പെട്ട ഒരു യുക്തി ഇത് കഴിവില്ലാത്തവർക്ക് കൊടുക്കുന്ന ഒരു കാര്യമാണ്. കഴിവില്ലാത്തവർക്ക് കൊടുക്കുന്ന അങ്ങനെ ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എഫിഷ്യൻസി പോകുമെന്നാണ്. ഇന്ത്യയുടെ 75 വർഷത്തെ റിപ്പബ്ലിക്കിൻ്റെ ചരിത്രത്തിൽ പട്ടികജാതിക്കാർ ഭരിച്ച് നശിപ്പിച്ച് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് പറയാവും, ഒരു ഡിപ്പാർട്ട്മെൻറ്റ്. പക്ഷെ ബ്രാഹ്മണൻ ഭരിച്ച് നശിപ്പിച്ച നിരവധി ഡിപ്പാർട്ട്മെൻറ്റുകൾ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കും. ഞങ്ങൾക്ക് പറ്റും, അത് വളരെ വ്യക്തമായും തെളിവ് സഹിതം പറയാൻ പറ്റും. ഞങ്ങളുടെ ഈ പറഞ്ഞ ദളിതരിൽ നിന്നൊന്നും ആരും കേരളമോ ഇന്ത്യയോ ഒന്നും ഭരിച്ച് മുട്ടിച്ചില്ല. ഈ കേരളം നശിച്ചത് എങ്ങനെയാണ്? ഞങ്ങൾക്ക് തന്നെ പങ്കുള്ളത്, ഞങ്ങൾക്ക് തന്നെയാണേ പങ്കുള്ളത്. ഈ ജനതയ്ക്ക് എന്ത് പങ്കാണ് ഉള്ളത്? നിങ്ങളല്ലേ ഭരിച്ച് നശിപ്പിച്ചത്. എന്നിട്ട് ഞങ്ങൾക്ക് കഴിവില്ലെന്നാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് കഴിവുണ്ടോ ഇല്ലോ എന്നുള്ളത് നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ എന്നെങ്കിലും അതുമില്ല. പിന്നെ ജന്മന ഇല്ലല്ലോ എന്നാ കണ്ടോ കാര്യങ്ങൾ വരുന്നതുകൊണ്ടോ. ഈ പട്ടരിൽ പൊട്ടരില്ല എന്നേ ചൊല്ലുള്ളൂ, പറയരിൽ പൊട്ടരില്ല എന്ന് ചൊല്ലില്ല. നമ്മൾ മനസ്സിലാക്കിക്കോണം. പട്ടരിൽ ഒത്തിരി പൊട്ടന്മാരുണ്ടെങ്കിലും അതൊരു ചൊല്ലായിട്ട് നമ്മളിങ്ങനെ കൊണ്ടു നടക്കുക. പട്ടരിൽ പൊട്ടരില്ല. ഇങ്ങനെ ജാതിയുടെ മുൻവിധികൾ കൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹത്തിനകത്ത് രാഷ്ട്രം തന്ന ഉറപ്പാണ് സംവരണം. അതിനെതിരെ ഇവർ പറയുന്ന കഴിവില്ലായ്മയുടെയോ കഴിവിൻ്റെയോ പ്രശ്നമല്ലത്. എപ്പോഴും നമ്മളോട് പറയുന്ന സംവരണം നേരിടുന്ന ഭരണഘടനാപരമായി തന്നെ അട്ടിമറി നേരിടുന്നുണ്ട് സംവരണം. സാമ്പത്തിക സംവരണത്തിലൂടെ ഒന്നാമത്തെ അട്ടിമറി തന്നെ. കേരളത്തിലെ എല്ലാ പാർട്ടിയും, ഇന്ത്യയിലെ മുഴുവൻ പാർട്ടിയും കൈകോർത്ത് നിൽക്കുക. ഗവർണറിലെ പാവപ്പെട്ടവർക്ക് കൊടുത്തേ പറ്റുള്ളൂ. പാവപ്പെട്ടവർ രക്ഷിക്കാനുള്ള എന്തോ വിപ്ലവ പദ്ധതിയാണ് സംവരണം തോന്നുന്നു ഇവന്മാരൊക്കെ പറയുന്നത് കേട്ടാൽ. അപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ ശരീരനായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ് ഈ ഭൂപരിഷ്കരണം നടത്തി കേരളത്തിലെ ബ്രാഹ്മണർ മുഴുവൻ ദരിദ്രരായിപ്പോയെന്ന് പറഞ്ഞു. സ്വന്തം പാർട്ടിയെ തള്ളിപ്പറയണമെന്ന് ഓർക്കണം. സ്വന്തം പാർട്ടിയെ തള്ളിപ്പറയണം. ഞങ്ങൾ ഭൂപരിഷ്കരണം നടത്തിയ കാരണം ബ്രാഹ്മണരെല്ലാം ദരിദ്രം. ഇവരൊന്നും തെളിയിക്കാൻ പറ്റുമോ? നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കും. ആ കാര്യത്തിൽ വെല്ലുവിളിക്കും. ഈ 64 ഗ്രാമങ്ങളിൽ ദരിദ്രരായിപ്പോയവർ നിങ്ങളൊന്ന് മാറ്റി നിർത്തുന്നേ. പുതിയ തലമുറയിൽ ഒരാൾ പോലും ആ ഗ്രാമങ്ങളിലില്ല. അവരെല്ലാം ന്യൂയോർക്കിലും യൂറോപ്പിലും ഇംഗ്ലണ്ടിലും ഓസ്ട്രേലിയയിലൊക്കെ വലിയ വലിയ കമ്പനികളുടെ CEO-മാരായിട്ട് ജോലി ചെയ്യുക. ഇപ്പോൾ അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നിലെ പൊട്ടനായിരിക്കും, അല്ലെ ചട്ടനായിരിക്കും, അല്ലെ ലോക്കൽ പൂജാരിയായിരിക്കും. വേറെ ആരും ഈ ഗ്രാമങ്ങൾ ജീവിക്കുന്നില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. എന്നിട്ട് പാർട്ടി നേതാക്കൾ പറയുന്ന അവരെല്ലാം ദരിദ്രരായിപ്പോയത്. എന്നാൽ ഭൂപരിഷ്കരണം റദ്ദ് ചെയ്യും, അല്ല പിന്നെ ചെയ്യുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ദരിദ്രരായവരെ കാണുന്നില്ല. ഇവർ ദരിദ്ര, അവർക്ക് കൊടുക്കാൻ തീരുന്നു. എല്ലാ പാർട്ടിക്കാരും യോജിച്ചു. സാമ്പത്തിക മാനദണ്ഡം, ഈ സാമ്പത്തിക മാനദണ്ഡത്തിൽ കൊടുത്ത് അവരെ രക്ഷിക്കാനാണെന്ന് പറഞ്ഞു. ഞാനൊരു ചോദ്യം ചോദിക്കും. ദളിതർക്ക്, ആദിവാസിക്ക്, പിന്നോക്കക്കാർക്കൊക്കെ സംവരണം കൊടുക്കുന്നത് അവർക്ക് അങ്ങോട്ട് പ്രവേശനമില്ലാത്തത് കൊണ്ടാണ്, അവരോട് വിവേചനം കാണിക്കുന്നത് കൊണ്ടാണ്. ഇന്ത്യയിൽ പണമില്ലാത്തതിൻ്റെ പേരിൽ ആരെങ്കിലും ഒരാളെങ്കിലും ആക്രമിക്കപ്പെട്ടതായി നിങ്ങൾക്കറിയാമോ? ഒരാളെ പണമില്ല എന്ന കാരണത്താൽ ആക്രമിക്കപ്പെട്ട ഒരാളെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനില്ല. പക്ഷേ ദളിതനായതിൻ്റെ പേരിൽ ആക്രമിക്കപ്പെട്ട 10,000-കണക്കിന് പേരെ ഞാൻ ചൂണ്ടിക്കാണിക്കാം. എനിക്ക് പറ്റുമത്, നമുക്ക് പറ്റുമത്. ഈ ആക്രമണത്തോടുള്ളൊരു പ്രതിരോധമാണ് സംവരണം എന്ന് പറയുന്നത്. അല്ലാതെ റേഷൻ കടയിൽ പോയി അരി മേടിക്കാനുള്ള ഇടപാടല്ലിത്. ഇതിവിടെയുള്ള സവർണ രാഷ്ട്രീയ പാർട്ടിയൊക്കെ അങ്ങനെ തോന്നാം. പക്ഷേ അതല്ല ഭരണഘടനയുടെ താല്പര്യം. ഒറ്റ കാര്യം നമ്മൾ ആലോചിച്ചാൽ മതി. ഈ ഭരണഘടന എഴുതുന്ന സമയത്ത് ഇതിനേക്കാൾ കൂടുതൽ ദരിദ്രരുണ്ടെന്നേ സവർണർക്കിടയിൽ, അല്ലേ? ഇതിനേക്കാൾ കൂടുതൽ എന്നിട്ടെന്താ അവർക്ക് കൊടുത്തേക്കാന്നാ ഭരണഘടനാ അസംബ്ലി തീരുമാനിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം ബഹിഷ്കരിക്കപ്പെട്ടവർ തിരിച്ചെടുക്കുക എന്നുള്ളതാണ്. പാവപ്പെട്ടവരെ തിരിച്ചെടുക്കാൻ വേറെ പദ്ധതിയുണ്ട്, അതാ ചെയ്യുന്നത്. അങ്ങനെയാണ്. കഴിഞ്ഞിടെ വീണ്ടും ഇത് ഞങ്ങൾ ദളിതർക്കിടയിലൊരു എലൈറ്റ് ക്ലാസ്സുണ്ട്. ബൂർഷ്വാസി. അംബേദ്കർ ഒരു ബൂർഷ്വാസിയായിരുന്നു.
അംബേദ്കർ കോട്ടും സ്യൂട്ടും ഇടുന്നത് കൊണ്ടാണ് പുള്ളി ബൂർഷ്വാസി എന്ന് വിളിക്കുന്നത്. പിന്നെ കോട്ടും സ്യൂട്ടും ഇടണ്ടേ? കോട്ടും സ്യൂട്ടും ഇടും. അത് വലിയ വിപ്ലവമാണ്. തുണി ഉടുക്കാൻ സമ്മതിക്കാത്ത ചരിത്രമുള്ള ജനത ലോകത്തിലെ ഏറ്റവും വില കൂടിയ ഡ്രസ്സിടാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഒരു സംശയവും വേണ്ട. അത് തന്നെയാണ് ഞങ്ങൾ നടത്താൻ പോകുന്ന വിപ്ലവം. ഗാന്ധിയുടെ കൂട്ട് ഒറ്റമുണ്ട് കൊടുത്ത് നടക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അതിലൊരു വിപ്ലവവും ഞങ്ങൾ കാണുന്നില്ല. ഗാന്ധിയുടെ അപ്പൻ പ്രധാനമന്ത്രിയായിരുന്നു. ഞങ്ങൾക്ക് അങ്ങനെ ഇട്ടെറിഞ്ഞിട്ട് പോരാൻ കൊട്ടാരമൊന്നും ഉണ്ടായിരുന്നവരല്ല. ഞങ്ങൾ വീട് വെക്കാൻ തുടങ്ങിയിട്ട് 50 കൊല്ലമായുള്ളൂ. അവിടെ ഞങ്ങൾ നല്ല ഡ്രസ്സൊക്കെ ഇടാൻ തന്നെയാണ് തീരും. അതിൻ്റെ മാതൃകയാണ് അംബേദ്കർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഫോട്ടോ സ്യൂട്ടുമൊക്കെ ഇട്ട് വില കൂടിയ പേനയൊക്കെ കുത്തി വിമാനത്തിൽ നിന്നിറങ്ങി വരുന്ന അംബേദ്കറെ കാണുമ്പോൾ ഞങ്ങൾക്ക് വലിയ അഭിമാനബോധമാണ്. അതല്ലാതെ ഒറ്റ മുണ്ട് കൊടുത്ത് കയ്യിലൊരു വടിയും പിടിച്ച് കുത്തി നടക്കുന്ന അംബേദ്കറെ ഞങ്ങൾക്ക് അങ്ങനെയുള്ള അംബേദ്കർ അല്ല വേണ്ടത്. അതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം, ഈ വ്യത്യസ്ത ജീവിതമുള്ള ഈ മനുഷ്യരെ രാഷ്ട്രത്തിനകത്തേക്ക് കൊണ്ടുവരാൻ രാഷ്ട്രം കണ്ടുപിടിച്ച പ്രധാനപ്പെട്ട ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസമാണ് സംവരണം. അത് അട്ടിമറിക്കാൻ ഇവർ ശ്രമിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല, യഥാർത്ഥത്തിൽ ഈ ജനതയുടെ അധികാര സ്ഥാനങ്ങളോട് ഇവർ കാണിക്കുന്ന വളരെ വലിയ വിപ്രതിപത്തിയുണ്ട്. അത് ഉന്നത ഉദ്യോഗം വഹിച്ച പലരും ഇവിടെ ഇരിപ്പുണ്ട്. അവർക്കൊക്കെ അത് നേരിട്ട് തന്നെ അറിയാവുന്ന നമ്മുടെ ഓഫീസിൽ പ്യൂണായി ജോലി ചെയ്താൽ അവർക്ക് പ്രശ്നമില്ല. അവരെ ഭരിക്കുന്ന പോസ്റ്റിലിരുന്നാൽ അവർക്ക് പ്രശ്നമാണ്. കാസ്റ്റാണ്. അപ്പോൾ ഇത്തരം ജാതിബോധത്തെ സമൂഹത്തിന് മറികടക്കാൻ നമ്മളുടെ പൗരസമൂഹത്തെ പ്രാപ്തമാക്കുന്നൊരു കാര്യമാണ് യഥാർത്ഥത്തിൽ സംവരണം എന്നത്. അതല്ല സംവരണം ആർക്കെങ്കിലും കൊടുക്കുന്ന പാരിതോഷികമാണ്. ഈ വ്യവസ്ഥ പല സ്ഥലത്തുമുണ്ടെന്ന് ആൾക്കാർ വിചാരിക്കുന്നത് ഇന്ത്യ മാത്രമേ ഉള്ളതെന്നാണ്. സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ വരെയുണ്ട്, കാനഡയിലുണ്ട്, അമേരിക്കയിലുണ്ട്, പല പേരുകളെ അറിയപ്പെടുന്നതേ ഉള്ളൂ. ഇവിടെയെല്ലാം പ്രത്യേകമായ വിഭാഗങ്ങൾക്ക് പ്രത്യേക അവകാശം കൊടുത്ത് രാഷ്ട്രത്തോട് ഉറപ്പിച്ച് നിർത്തുന്ന പദ്ധതികളുണ്ട്. പോസിറ്റീവ് അസേർഷൻ എന്ന് പറയുന്ന ലോകപ്രസിദ്ധമായ പദ്ധതി അമേരിക്കൻ പോളിസിയാണ്. അതുപോലൊരു സ്റ്റേറ്റ് പോളിസിയാണ് സംവരണം എന്ന് പറയുന്നത്. ഒത്തിരി പേര് സംസാരിക്കുകയാണ്, ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ ഈ സംവരണം എന്നത് ദാരിദ്ര്യം തീർക്കാനുള്ളൊരു പരിപാടിയാണ്. നമുക്കിടയിലെ പണക്കാർ, ദളിതർക്കിടയിലെ ഉദ്യോഗത്തിലൂടെ പണം സമ്പാദിച്ചവർ മക്കളെ ഡോക്ടറാക്കുന്നു, എഞ്ചിനീയറാക്കുന്നു. അതാ പുതിയ പരാതി. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ ദളിതരെ വിട്ടേക്ക്, ബാക്കിയുള്ള സമുദായങ്ങളിലെ ഡോക്ടർമാരുടെ മക്കളൊക്കെ എന്നാ തൂമ്പാപ്പണിക്ക് പോവുകയാണ് ആണോ? അവരും ഡോക്ടറാക്കുകയല്ലേ ചെയ്യുന്നത്. പിന്നെ ഞങ്ങളാക്കിയ എന്താ നിങ്ങൾക്ക് ഇത്ര ബുദ്ധിമുട്ടുണ്ട്? അതെനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് പിടികിട്ടാത്ത കാര്യം, ഞാൻ LIC-യിലൊരു ജീവനക്കാരനാണ്, ഓഫീസറായി. അപ്പോൾ മക്കളെ വിദ്യാഭ്യാസം ചെയ്യിക്കണ്ടേ? മക്കളെ വിദ്യാഭ്യാസം ചെയ്യിക്കാം, പക്ഷേ സംവരണം മേടിക്കാൻ എൻ്റെ ഇളയ മോള് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ്. വിവാഹ പരസ്യം കൊടുക്കുമ്പം മറ്റാരെങ്കിലും എന്നോട് വന്ന് ചോദിക്കുന്നുണ്ടോ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് കെട്ടിയേക്കാം എന്ന് വിചാരിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ചാർട്ടേഡ് അക്കൗണ്ടൻസിക്ക് അപ്പുറമാണെന്നേ അവരുടെ ജാതി. ദളിത് യുവതി എന്നാണ് കൊടുത്തത്. അപ്പോൾ നമുക്കിടയിലൊരു വിദ്വാൻ എന്നെ വിളിച്ച് ചോദിക്കുക, സാറേ ഈ ദളിതിനകത്ത് ഏതാണ്? അതറിഞ്ഞിട്ട് വേണം അവന് കല്യാണം ആലോചിക്കുക. ഞാൻ പറഞ്ഞു, നിനക്ക് വേണ്ടിയല്ല പരസ്യം എന്ന് പറഞ്ഞു. പരസ്യം അത്യാവശ്യം തലക്ക് വെളിവുള്ളവർക്ക് വേണ്ടിയാണ്. നീ എൻ്റെ മകളെ കുറിച്ച് ആലോചിക്കേണ്ടതെന്ന് പറഞ്ഞു. ഇങ്ങനെ അതിവിദഗ്ധമായിട്ടാണ് ജാതിയെ ഒളിച്ചു കടത്തുന്ന മനുഷ്യർ. അപ്പം നമ്മുടെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ അവരുടെ മക്കളെ പഠിപ്പിച്ച് വലിയ നിലയിൽ എത്തിക്കുന്നതിൽ ഇവർ ഇത്രമാത്രം അസ്വസ്ഥപ്പെടും. ബാക്കി എല്ലാവരും അതല്ലേ ചെയ്യുന്നേ. ഞങ്ങൾക്കത് ചെയ്തുകൂടെ? എനിക്കത് മനസ്സിലാവുന്നില്ല. പാവപ്പെട്ടവർക്ക് അവസരം ഇവർ തട്ടിയെടുക്കുക, പണക്കാർ. ഞാനടക്കമുള്ള ആൾക്കാരെ കുറിച്ച് പറഞ്ഞു. ഈ ഇന്ത്യൻ ഭരണഘടനയിൽ 46-ാമതൊരു വകുപ്പുണ്ട്. അത് പറയുന്നൊരു കാര്യം, സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ
സാമ്പത്തിക വളർച്ചയ്ക്കും വിദ്യാഭ്യാസ പുരോഗതിക്കും പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ ഗവൺമെൻറ് ബാധ്യസ്ഥമാണ് എന്നാണ്. ഇത് നടപ്പിലാക്കിയോ? ഇത് ഈ ഗവൺമെൻറ് നടപ്പിലാക്കുന്നുണ്ടോ? പാവപ്പെട്ട പശ്ചാത്തലമുള്ള അതിൽ നിന്നും വിദ്യാഭ്യാസത്തിൽ പ്രാവീണ്യം തെളിയിച്ച കുട്ടികൾക്ക് സ്പോൺസർഷിപ്പ് ഉണ്ടോ? കേരളത്തിൽ ഉണ്ടോ? ഗവൺമെൻറ് കൊടുക്കുന്നുണ്ടോ? ബാലൻ എന്ന് പറയുന്ന എനിക്കറിയാവുന്ന വിദ്യാർത്ഥി ഇന്നിപ്പോൾ യൂറോപ്പിൽ അയാൾ അവിടെ ഒരു വലിയൊരു സ്ഥാപനം നടത്തുക. അയാൾ പട്ടികജാതി വകുപ്പിൽ ചെന്ന് എനിക്ക് യൂറോപ്പിൽ പഠിക്കാൻ പോകണം, അതിൻ്റെ അപേക്ഷ തരാൻ വന്നതാണ്. ഫ്രണ്ടിലിരിക്കുന്ന മാന്യൻ, ഫ്രണ്ടിൻ്റെ ഓഫീസിലിരിക്കുന്ന മാന്യം, ഇവിടെ ഇവിടെ ആദിവാസികൾ പട്ടിണി കിടന്ന് മരിക്കും, നീ എന്തിനാ യൂറോപ്പിൽ പോയി പഠിക്കും? നിനക്ക് ഈ കോളേജിലൊക്കെ പഠിച്ചാൽ പോരാ. അവൻ്റെ ശരിക്കുള്ള അസുഖം എന്തായിരിക്കും? അവൻ്റെ ശരിക്കുള്ള അസുഖം എന്തായിരിക്കും? ദാറ്റ് ഈസ് വാട്ട് ഈസ് കാസ്റ്റ്. ഇവിടെ ആദിവാസികളുടെ പട്ടിണി മരണം തീർന്നു കഴിഞ്ഞ് പഠിക്കാൻ മതിയോ? ഇവരെന്നെ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ആദിവാസികളുടെ പട്ടിണിയെല്ലാം തീർന്നു കഴിഞ്ഞിട്ട് പള്ളിക്കൂടത്തിൽ പോയാൽ മതിയോ എന്നാണോ ഉദ്ദേശിക്കുന്നത്? ഇവർ യുക്തിഭദ്രമായി ജീവിക്കുന്നവരേ അല്ല. ഞങ്ങളുടെ നാട്ടിൽ, ഞാൻ കുട്ടനാട് അപ്പർ കുട്ടനാട് ജനിച്ചു വളർന്നതാണ്. ഇവിടെ പാടത്ത് പണിക്ക് ആളെ കിട്ടുന്നില്ല പറഞ്ഞു. എവിടെ ആളെ കിട്ടുന്നില്ല? പാടത്ത് പണിക്ക് ആളെ കിട്ടുന്നില്ലെന്ന്. പാടത്ത് പണിക്കൊണ്ട് പോയി രണ്ടുപേരും ജോലിക്ക് പോകാമെന്നാണ് പറഞ്ഞത്. എന്നതാണ് പറയുന്നത്? അങ്ങനെ പറയുന്നവരൊക്കെ ഒരു വികൃത മനോഭാവത്തോടെ എങ്ങനെ നമുക്ക് പ്രതികരിക്കാൻ പറ്റും? ഞാൻ ജോലിക്ക് പോകുന്നത് ഞാൻ MA കാരനായതുകൊണ്ടാണ് എല്ലാവരും പറഞ്ഞത്. അവർക്ക് രാവിലെ കിളക്കാൻ പറയട്ടെ, പാല് കൊണ്ടുവരും, രാവിലെ LIC ഓഫീസിൽ പോകാമെന്ന് പറഞ്ഞു. അവരോടൊക്കെ എന്നാ നമുക്ക് പറയാൻ പറ്റുക? ഇതെന്ത് വികൃത ജന്തുക്കളാണ് ഇവരൊക്കെ. അപ്പോൾ ഈ സംവരണത്തെ തെറ്റായി മനസ്സിലാക്കുക, അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷനെ മനസ്സിലാക്കാതിരിക്കുക, അതിൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് ധാരണയില്ലാതിരിക്കുക, ദളിതർക്കിടയിലെ സമ്പന്നർ അവൻ വകവയ്ക്കുകയല്ലെന്ന്. ഇതാ അതിൻ്റെ പ്രശ്നം. നമ്മുടെ ശ്രീധന്യയെക്കുറിച്ച് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, ശ്രീധന്യ നല്ലൊരു കുട്ടിയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഞാനവിടെ ചെന്ന് ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് ആ കുട്ടി അത് ഗൗരവമായി എടുത്തില്ല. അവൾ തീരെ ശരിയല്ല, അവളൊക്കെ ഭയങ്കര അഹങ്കാരമാണ്. അങ്ങനെയുണ്ട്. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, നീ പറഞ്ഞ കേൾക്കാനാണോ അവരോട്? അവർ സബ് കളക്ടറാണ്, നിനക്കറിയുമെന്ന് ചോദിച്ചു. അവർക്കവിടെ വേറെ ജോലി ഉണ്ടെന്ന്. ഇവനെന്താ അത് തോന്നാത്തത്? ശ്രീധന്യ ഈക്വൽ സബ് കളക്ടർ എന്ന് ആദ്യം പഠിക്കണം, രണ്ടാമതെയാണ് ഈക്വൽ ആദിവാസി. ഫസ്റ്റ് അപ്പോൺ ഷീസ് എ സബ് കളക്ടർ, അതാ പഠിക്കേണ്ടത്, അത് പഠിക്കുക. ഇവൻ സവർണനാ. അവൻ ചെല്ലുമ്പോൾ ശ്രീധന്യ എഴുന്നേറ്റ് തൊഴുതി ഇരുത്തിയില്ലെന്ന്, അവൾ ഇരുത്തി ഇറങ്ങിപ്പോടാന്ന് ചിലപ്പോൾ പറഞ്ഞും കാണും. പറയാൻ അധികാരമുണ്ടെന്നേ ആ കസേരയിൽ ആ കുട്ടി ഇരിക്കുന്നത്. പറഞ്ഞാൽ ഇറങ്ങിപ്പോകേണ്ടി വരും. ഇത് ഇവന് സഹിക്കാൻ പറ്റില്ല. ഇതൊക്കെ തന്നെയാണ് ഈ ഉദ്യോഗസ്ഥന്മാരോടുള്ള ഈ കടുത്ത വിദ്വേഷത്തിന്. അവർ മക്കളെ പഠിപ്പിക്കുന്നു, വലിയ വീട് വെക്കുന്നു, കാറ് മേടിക്കുന്നു, ഇതൊക്കെ കുറ്റാന്ന് പറയുന്നത്. ബാക്കിയുള്ളവർക്കൊക്കെ ഇത് ചെയ്യുക, ഞങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലുമൊക്കെ ഇത് ചെയ്താൽ വലിയ കുറ്റം. ഇതൊക്കെ ജാതിയാണ്. നമ്മളങ്ങനെ അതിനെ മനസ്സിലാക്കേണ്ടത്. അതിൽ നിന്ന് മാറി നമ്മളെപ്പോലെയുള്ള പൗരന്മാരാണെന്നേ ദളിതരും ആദിവാസികളും പിന്നോക്കക്കാരും ഒക്കെ നമ്മളെപ്പോലുള്ള ഈക്വൽ പൗരന്മാരാണ്. ബാക്കിയുള്ളവരൊക്കെ ചെയ്യുന്നത് തന്നെയാണ് അവരും ചെയ്യുന്നത്. മായാവതി അഴിമതി കാണിക്കുന്നുണ്ട്, ആൾക്കാർ മുഴുവൻ ഉറക്കമില്ലാതെയാണ്. ബാക്കി എല്ലാവരും അഴിമതി കാണിക്കുന്നുണ്ട്, എല്ലാ സുഖമായിട്ടാണ് എല്ലാവരും ഓർക്കുന്നത്. മായാവതി അഴിമതി കാണിച്ചത് കേട്ടാൽ പിന്നെ അവൻ ഉറക്കമില്ല. അതെന്നാത്തിൻ്റെ അസുഖമെന്ന് എനിക്ക് മനസ്സിലായി. മായാവതി മാത്രം മാടപ്രാവായിരിക്കുന്നത് പറയുന്നതിൻ്റെ ഒരു ചതിയില്ലേ? ഞാനതാ പറയുന്നത്. ഇവർ മാത്രം സംവരണത്തിൽ നിന്ന് ജോലി കിട്ടിയവൻ വളരെ ഭവ്യതയോടെ ജീവിച്ചോണമെന്നാണ് പറഞ്ഞത്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ജോലി കിട്ടുന്നവരെ സംവരണമുള്ളൂ, അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും തുല്യരാ. മനസ്സിലായില്ലേ? ടീച്ചർമാരാണ്, എല്ലാവരും ടീച്ചർമാരാണ്. അവിടെ സംവരണത്തിൽ നിന്ന് വന്നവരൊന്നോ സംവരണം ഇല്ലാതെ വന്നവരൊന്നൊന്നുമില്ല. പഠിപ്പിക്കാൻ അറിയാവുന്നുള്ളത് മാത്രമേ കാര്യമായിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞു വന്ന ഈ സംവരണത്തോടുള്ള ഈ പൊതു മനോഭാവം യഥാർത്ഥത്തിൽ കാസ്റ്റീസ്റ്റായിട്ടുള്ളൊരു മനോഭാവത്തിൻ്റെ ബാക്കി പത്രമാണ്. നമ്മൾ അവഗണിച്ച് കളഞ്ഞ മനുഷ്യർ ഒരു വലിയ തിരിച്ചുവരവ് ഇന്ത്യക്കകത്ത് നടത്തിയത് സംവരണത്തിലൂടെയാണ്. അതിൽ അസ്വസ്ഥത പൂണ്ടിട്ടാണ് സംവരണ വിരുദ്ധമായ വലിയ തിയറികൾ ഇന്ത്യക്കകത്ത് അവർ ഉണ്ടാക്കിയെടുത്തത്. അത് കോടതി കൂട്ട് നിന്നിട്ടുണ്ട്, പാർലമെൻറ്റ് കൂടെ നിന്നിട്ട് ഈ സംവരണത്തെ ആത്യന്തികമായി അട്ടിമറിക്കാനായിട്ടുള്ള പരിശ്രമങ്ങളാണ് നടന്നു വരുന്നത്. ഇപ്പോൾ സംവരണം ഇനി പഴയ പോലെ നിലനിർത്തിക്കൊണ്ടു പോകാൻ കഴിയുമോ എന്നുള്ളതും സംശയാസ്പദമാണ്. വെൽഫെയർ സ്റ്റേറ്റിൻ്റെ കാലഘട്ടത്തിലാണ് സംവരണം ശരിയായ രീതിയിൽ നടപ്പിലാക്കപ്പെട്ടത്.
ഇന്ന് വെൽഫെയറിസം സ്റ്റേറ്റിൽ നിന്ന് പൂർണ്ണമായിട്ട് പോയി. സ്റ്റേറ്റിൽ നിന്ന് വലിയ വലിയ പണക്കാരുടെ നടത്തിപ്പുകാർ മാത്രമാണ്, ഏജൻറ്റുമാർ മാത്രമാണ്. അങ്ങനെ സ്റ്റേറ്റിൻ്റെ സ്വഭാവം മാറിയതോടെ ഇനിയിപ്പോൾ നമുക്ക് എന്ന് അവരോട് സംവരണം തരാമോ എന്ന് ചോദിക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ട് നിലവിലുള്ളത്. ഇപ്പോൾ പുതിയ സ്വകാര്യ യൂണിവേഴ്സിറ്റി വരിക, ഓക്സ്ഫോർഡിൻ്റെ ഓഫ് ക്യാമ്പസ് ചോറ്റാനിക്കര ആരംഭിക്കുകയാണെന്നിരിക്കട്ടെ. നമ്മളവിടെ ചെന്ന് സംവരണം ചോദിച്ചാൽ അവനെന്തായിരിക്കും പറയാം നമ്മളോട്? അത് നമ്മളോട് പറയാം, അതെ ഡിസിഷനൊക്കെ എടുക്കുന്ന ആൾ അങ്ങ് യൂറോപ്പിലായിരിക്കുന്നത്. നമ്മൾ യൂറോപ്പിൽ പോയി ചോദിച്ചിട്ട് കാര്യമുണ്ടോ? അപ്പോൾ നമ്മുടെ ആക്സസ് പൂർണ്ണമായും ഈ അധികാര വ്യവസ്ഥയിൽ നിന്ന് വിടുതൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ അറിയണം. അത്തരമൊരു ഘട്ടത്തിൽ യഥാർത്ഥത്തിലൊരു ജനത എന്ന നിലയിൽ നമ്മുടെ ഇല്ലായ്മകളെക്കുറിച്ചല്ല നമ്മൾ പറയേണ്ടത്, നമ്മുടെ സാധ്യതകളെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. സ്വന്തമായൊരു യൂണിവേഴ്സിറ്റി കേരളത്തിൽ തുടങ്ങാൻ പറ്റുമെന്ന് തന്നെയാണ് ദളിതർ ആലോചിക്കേണ്ടതെന്ന സുചിന്തിതമായ അഭിപ്രായമാണ് എനിക്കുള്ളത്. അതല്ല സംവരണം അല്ല ചോദിക്കുന്നത്, നമുക്കൊരു യൂണിവേഴ്സിറ്റി തുടങ്ങണം. ഡോക്ടർ ബി ആർ അംബേദ്കർ 1948 സ്വന്തമായി സ്കൂള് കോളേജും തുടങ്ങി അവിടെ വാഹനമിട്ട് ഗ്രാമങ്ങളിൽ നിന്ന് കുട്ടികളെ കൊണ്ടുവന്ന് പഠിപ്പിച്ച് ഹോസ്റ്റലുണ്ടാക്കി കുട്ടികളെ ഫ്രീ ആയി പഠിപ്പിച്ച പാരമ്പര്യമാണ് പീപ്പിൾസ് സൊസൈറ്റിക്കുള്ളത്. ഡോക്ടർ ബി ആർ അംബേദ്കർ ഉണ്ടാക്കിയ പീപ്പിൾസ് സൊസൈറ്റി. നമ്മുടെ ഇല്ലായ്മകൾ അവിടെ നിൽക്കട്ടെ. നമ്മുടെ സമ്മേളനങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ലിസ്റ്റ് ചെയ്യപ്പെടും നമ്മുടെ ഇല്ലായ്മകളാണ്. നമുക്കില്ല, കുറേ കാര്യങ്ങളില്ല, പക്ഷെ കുറേ കാര്യങ്ങളുണ്ട്, ഒത്തിരി കാര്യങ്ങൾ നമുക്കുണ്ട്. മറ്റെല്ലാവർക്കും ഉള്ള പോലെ നമുക്കും ഉണ്ടെന്ന് നമ്മളത് കണ്ടെത്താൻ പരിശ്രമം. ഒരു കമ്മ്യൂണിറ്റി എന്ന നിലയിൽ, ഒരു സമുദായം എന്ന നിലയിൽ നമ്മളത് കണ്ടെത്താനും അതിനെ കൂട്ടിയോജിപ്പിക്കാനും വിവിധ ശേഷികളെ, സാമ്പത്തിക ശേഷി, സംഘാടക ശേഷി, ഭാവനാശേഷി, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തിക്കൊണ്ട് പോകുവാനുള്ള മാനേജീരിയൽ ശേഷി, ഇത്തരം ശേഷികളെ ഒരുമിച്ച് കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ഉത്തമമായ മാതൃക ഡോക്ടർ ബി ആർ അംബേദ്കർ തന്നെയാണ്. അദ്ദേഹത്തെ പിൻപറ്റുമ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നൊരു കാര്യം അസറ്റഡ് മനുഷ്യരായി മാറുക എന്നതാണ്. അസറ്റഡ് മനുഷ്യരായി മാറുക. സമ്പത്തുണ്ടാക്കുക എന്നുള്ളത് കുറ്റമാണെന്ന് വിചാരിച്ച നമ്മൾ ആ സങ്കല്പത്തെ കുടഞ്ഞു കളഞ്ഞ് സമ്പത്ത് സമാഹരിക്കാൻ തന്നെ ശ്രമിക്കേണ്ടതുണ്ട്. സമ്പത്തുണ്ടാവണം. സമ്പത്തും അധികാരവും പദവിയുമാണ് ഏതൊരു ജനതയുടെയും മുന്നോട്ട് പോക്കിന് ആധാരമായിരിക്കുന്നത്. നമുക്കത് ഉണ്ടാവുക എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. സംവരണം അതിന് നമുക്കൊരു ചെറിയ എൻട്രി തുറന്നു തന്നിട്ടുണ്ട്. ആ തുറവിയിലൂടെ നമുക്ക് മുന്നോട്ട്. ഇന്ത്യയിൽ നടന്ന ഒരു വിപ്ലവമല്ല ദളിതർക്ക് ചലനക്ഷമതയുണ്ടാക്കിയത്. സംവരണത്തിലൂടെ ജോലി നേടിയ ഒരു വലിയ വിഭാഗം ഇന്ത്യക്കകത്തുണ്ട്. അവരാണ് യഥാർത്ഥത്തിൽ ദളിതരെ ഒരു സമുദായം എന്ന നിലയിൽ സമൂഹത്തിൽ വിസിബിളാക്കിയെടുത്തത്. അവരെ കാണാൻ സമൂഹത്തെ പ്രേരിപ്പിച്ചത് അവരുടെ പരിശ്രമമാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. വളരെ സാധാരണക്കാരായ മനുഷ്യർ മുതൽ നമുക്കിടയിലെ NRIs, കോടീശ്വരന്മാരായ ബിസിനസ്സുകാരുണ്ടെന്ന് കേരളത്തിൽ തന്നെ. അവരെല്ലാവരും ഒരുമിച്ച് വരുമ്പോഴാണ് നമ്മളൊരു കമ്മ്യൂണിറ്റിയായി പരിവർത്തനപ്പെടുക. ആ നിലക്കുള്ള ആലോചനകളാണ്, വളരെ ക്രിയേറ്റീവായ ആലോചനകളാണ്, പ്രായോഗികമായ ആലോചനകളാണ് നമ്മൾ നടത്തേണ്ടത്. സംവരണത്തെ അട്ടിമറിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരുപക്ഷെ പൂർണ്ണരൂപത്തിൽ നമുക്കത് നിലനിർത്താൻ കഴിഞ്ഞെന്ന് വരില്ല. അപ്പോഴും മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണമെങ്കിൽ ഒരു ജനത എന്ന നിലയിൽ നമുക്ക് ഈ ശേഷികളെ സമാഹരിച്ച് ഉറപ്പിക്കാൻ കഴിയേണ്ടത്, ഗവൺമെൻറ് പോളിസികളെ സ്വാധീനിക്കാൻ കഴിയേണ്ടതെന്ന്. നമ്മളെ ദരിദ്രരാക്കിയത്, നമ്മളെ കോളനികളിലേക്ക് മാറ്റിയത് ഗവൺമെൻറ് പോളിസിയാണ്. ആ പോളിസികളെ തിരുത്താനുള്ള നമ്മുടെ ഡിപ്ലോമാറ്റിക് ശേഷിയാണ് നമ്മളിനി ആർജിക്കേണ്ടത്. ഡോക്ടർ ബി ആർ അംബേദ്കർ പഠിപ്പിച്ച പാഠം അതാണ്. അദ്ദേഹം ബ്രിട്ടീഷുകാരോട് സംസാരിച്ച് ഓരോ അവകാശങ്ങളും നിയമമാക്കി ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ത്യക്കകത്ത് ഇന്ത്യൻ തൊഴിലാളി വർഗം അനുഭവിക്കുന്ന മിക്കവാറും എല്ലാ അവകാശങ്ങളുടെ ഉപജ്ഞാതാവ് ആരെന്ന് ചോദിച്ചാൽ ഡോക്ടർ ബി ആർ അംബേദ്കർ എന്ന ഉത്തരം. ട്രേഡ് യൂണിയൻ എന്നല്ല ഉത്തരം. അതായത് ഈക്വൽ റെമ്യൂണറേഷൻ, തുല്യ ജോലിക്ക് തുല്യ വേതനം എന്ന തത്വം
സമയക്ലിപ്തത എന്ന തത്വം, മെറ്റേണിറ്റി ലീവ് എന്ന തത്വം, എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന സ്ഥാപനം, ഇതൊക്കെ ആരുണ്ടാക്കിയതാണെന്ന് ഈ പറയാം. ഇത് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലെ ലേബർ മെമ്പറായിരിക്കുന്ന കാലത്ത് ഡോക്ടർ ബി ആർ അംബേദ്കർ എഴുതിയ നിയമങ്ങളാണിതൊക്കെ. അതാണ് മോഡി കഴിഞ്ഞ പ്രാവശ്യം എല്ലാം തിരുത്തിയത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആരുണ്ടാക്കിയാണെന്ന് പറയുന്നത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഹിസ്റ്ററി, ഔദ്യോഗിക ഹിസ്റ്ററിയിൽ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ സാമ്പത്തിക ശാസ്ത്രങ്ങളിൽ നിന്നാണ് റിസർവ് ബാങ്ക് എന്നുള്ള ഐഡിയ സ്വരൂപിക്കപ്പെട്ടതെന്ന് വ്യക്തമായി എഴുതിയിട്ടുണ്ട്, വ്യക്തമാക്കിയിട്ടുണ്ടാകും. അന്തർനദീജല തർക്കത്തിൻ്റെ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ തർക്കം ഉണ്ടാകുമ്പോൾ അതിന് എഗ്രിമെൻറ്റിൻ്റെ ഉടമ്പടി ഉണ്ടാവും ഒരു തമ്മിൽ. അതിൻ്റെ മോഡൽ ആരാണ് ഉണ്ടാക്കിയത്? ആ കമ്മിറ്റിയുടെ തലവൻ ഡോക്ടർ ബി ആർ അംബേദ്കറായി. ഇങ്ങനെ പറഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. എന്താ പറയുക, ഇന്ത്യക്കകത്ത് ഇന്ത്യൻ ദേശരാഷ്ട്രത്തിന് ഇത്രയും മഹത്തായ സംഭാവന ചെയ്ത മറ്റൊരാളില്ല. അദ്ദേഹം ദളിതരുടെ കാര്യം മാത്രം പറഞ്ഞു കിടന്ന ആളൊന്നുമല്ല, അത് പ്രധാനമായി കണ്ടിരുന്നു. പക്ഷെ അത് രാഷ്ട്ര നിർമ്മാണത്തിൽ ക്രിയേറ്റീവായി പങ്കെടുത്ത ഒരാളാണ്. ആ മഹാത്മാവിനോടുള്ള എല്ലാ ആദരവും ഈ സമൂഹം കൊടുക്കേണ്ടത്. അമർത്യാസൻ പറഞ്ഞ, ഇച്ഛാഭംഗത്തോടെ പറഞ്ഞ ഒരു വാക്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അദ്ദേഹം, അമർത്യാസൻ നമുക്കറിയാം, ലോകപ്രസിദ്ധ സാമ്പത്തിക ശാസ്ത്രകാരനും നോബൽ പ്രൈസ് വിന്നറുമൊക്കെയാണ്. കൽക്കട്ടക്കാരനാണ്. നമ്മുടെ ടാഗോറിൻ്റെ വിശ്വഭാരതിയിൽ പഠിച്ച ഒരാളാണ്. വിശ്വഭാരതിക്ക് അടുത്ത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ താമസ സ്ഥലം, അദ്ദേഹത്തിൻ്റെ വീട്, തറവാടെന്നൊക്കെ നമ്മൾ പറയുന്ന പഴയ ജനിച്ചു വളർന്ന വീട്. അദ്ദേഹം യൂറോപ്പിൽ വെച്ച് പറഞ്ഞു, സാമ്പത്തിക ശാസ്ത്രത്തെ സാമൂഹിക നീതിയുമായി എങ്ങനെ ബന്ധിപ്പിക്കാമെന്ന് ഞാൻ പഠിച്ചത് ഡോക്ടർ ബി ആർ അംബേദ്കറിൽ നിന്നാണ്. എന്നാൽ ആ മഹാനായ സാമ്പത്തിക ശാസ്ത്രകാരന്, സാമൂഹിക ശാസ്ത്രകാരന് വേണ്ടത്ര ആദരവ് കൊടുക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നെനിക്ക് സംശയമുണ്ടെന്നാണ്. മഹാത്മാഗാന്ധി ഒരിക്കൽ പറഞ്ഞു, ഞാൻ ഈ അംബേദ്കർ എന്ന് കേട്ടപ്പോൾ അദ്ദേഹം ഒരു ബ്രാഹ്മണനായിരിക്കും, അയിത്തജാതിക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ബ്രാഹ്മണനായിരിക്കുമെന്നാണ് കരുതിയത് എന്ന് പറയുകയുണ്ടായി. ഇതിൻ്റെ കാരണം എത്രയേ ഉള്ളൂ, അംബേദ്കർ എഴുതിയ ഒന്ന് രണ്ട് ലേഖനങ്ങൾ ഗാന്ധിയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇത്ര ആധികാരികമായി എഴുതണമെങ്കിൽ ഒരു ബ്രാഹ്മണനെ പറ്റുള്ളെന്നാണ് ഗാന്ധി മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് അംബേദ്കർ ബ്രാഹ്മണനാണെന്ന് അദ്ദേഹം തെറ്റിദ്ധരിക്കുന്നത്. ഇത്രയും വിചിത്രമായ ലോകത്ത് നിന്ന് അംബേദ്കർ എന്ന് പറയുന്ന അമൂല്യ സമ്പത്ത് രാഷ്ട്ര നിർമ്മാണത്തിൽ ഇനിയും വളരെ വലിയ സംഭാവനകൾ ചെയ്യുന്ന നമ്മുടെ പൈതൃകമാണ്, ഇന്ത്യയുടെ പൈതൃകമാണ്, മനുഷ്യവംശത്തിൻ്റെ പൈതൃകമാണ് എന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും അദ്ദേഹത്തിൻ്റെ ആശയങ്ങളിലേക്കും അന്തസ്സിന് വേണ്ടിയുള്ള യുദ്ധമാണ് എന്ന് അദ്ദേഹം പറയുന്ന വാക്യത്തിലേക്ക് നമ്മൾ നടത്തുന്നത് കേവലം സമ്പത്തിന് വേണ്ടിയുള്ള യുദ്ധമല്ല, അന്തസ്സിന് വേണ്ടിയുള്ള യുദ്ധമാണെന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നു. ആ ഒരു യുദ്ധത്തെ കൈവിടാതെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഒരു സംഘമെന്ന്, ഒരു സമുദായമെന്ന നിലയിൽ ഏകീകരിച്ച് നിൽക്കാൻ നമുക്കെല്ലാവർക്കും കഴിയണം. വിശാലമായ അത്തരമൊരു കാഴ്ചപ്പാട് നമ്മൾ ഉയർത്തിക്കൊണ്ടുവരണം, നമ്മളതിൽ ജീവിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ടും സംവരണം നേരിടുന്ന വെല്ലുവിളിക്കെതിരെ നിയമയുദ്ധത്തിലും പ്രായോഗികമായ സമരങ്ങളിലൊക്കെ കേരളത്തിൽ പല തരത്തിൽ നടക്കുന്നുണ്ട്. പക്ഷെ അത് വിജയിച്ചു കൊള്ളണമെന്നില്ല. നമ്മൾ പഴയതുപോലെ അത്രയും ശുഭാപ്തി വിശ്വാസ കാര്യത്തിൽ നമുക്ക് പുലർത്താൻ പറ്റുന്ന സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത്. അതുകൂടി നമ്മുടെ മനസ്സിൽ വേണം. അതിനെതിരെ ഉണ്ടാകുന്ന ഏതൊരു നീക്കത്തെയും പ്രതിരോധിക്കാൻ സമുദായം ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങേണ്ട ഒരു ചരിത്രഘട്ടം കൂടിയാണെന്നുള്ള ഓർമ്മ എല്ലാവരും സൂക്ഷിക്കേണ്ടതുണ്ട് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ യോഗത്തിലേക്ക് എന്നെ ക്ഷണിച്ചതിനുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും ഊഷ്മളമായ ജയ് ഭീം.